വിവിധ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവിക സാന്നിധ്യങ്ങളുടെ കൂടെ അതിശയമായി കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം ഞങ്ങളെ വാഴ്ത്തുന്നു. ദൈവം ഈ കലാലയത്തിൽ സഞ്ചരിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കലാകാരങ്ങളെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് ആരംഭിക്കുമ്പോൾ ദൈവികമായ ഞാനും തലമുറമേലും ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും സഞ്ചരിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ ധാരാളമായ ദൈവം ഉന്നത വിദ്യാഭ്യാസമാക്കിയ ദൈവത്തിന്റെ ജീവിത നിലവാരം സഹായിക്കും. അവർക്ക് ലഭിക്കുന്ന ഈ മീറ്റിംഗ് അവരുടെ സാധ്യത Next, I invite Mrs. Koshiyama, a respected person, to devote the welcome. Good morning, all. വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ നമസ്കാരം. 2013 ഈ കോളേജ് ആരംഭിച്ചത്. കഴിഞ്ഞ 12 വർഷക്കാലം നമ്മെ നടത്തിയ ദൈവത്തിന് നന്ദി ആഗ്രഹിക്കുന്നു. അടുത്ത 5 വർഷം അല്ലെങ്കിൽ 3 വർഷം നിങ്ങൾ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ല അഡ്വക്കേറ്റ്സായിട്ട് ഈ കോളേജിൽ വേണ്ടി സാധിക്കും. സമൂഹത്തിന് പ്രയോജനമുള്ള നല്ല അഡ്വക്കേറ്റ്സായി നിങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യം. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗിൽ അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ജോർജ് ജോസഫ് സാറാണ്. ഈ കോളേജിന്റെ ഉന്നമനത്തിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ജോർജ് ജോസഫ് സാറിനെ ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ കോളേജിന്റെ മാനേജരും മധ്യ കേരള മഹായിടവ അധ്യക്ഷനുമായിരിക്കുന്ന ഡോക്ടർ മലയിൽ സാബുകോശി ചെറിയാണ്. അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിലും വന്ന് സംബന്ധിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്ന് 11 മണിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ 10:30 ഇവിടുന്ന് വിടാമെന്നുള്ള ഒരു വാക്ക് കൊടുത്തതിനാലാണ് ബിഷപ്പ് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നത്. എന്നാലും നമ്മൾ അത് പാലിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ബിഷപ്പിനെ മീറ്റിംഗിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളു. ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്നത് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്. അദ്ദേഹം BJP ആയി റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹത്തെ അറിയാത്ത ആരും തന്നെ ഇവിടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 1972 മുതൽ 2025 വരെ 31 അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. 6 ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏത് വിഷയത്തിലും ആധികാരികമായി സംസാരിക്കാനുള്ള അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ മീറ്റിംഗിലേക്ക് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ആദ്യം സ്വാഗതം ചെയ്തു. അടുത്ത ഗവർണർ ജേക്കബ് കോൺസനന്റ്. അദ്ദേഹം ഏറ്റുമാനൂർ വൈദിക ജില്ലാ ചെയർമാനാണ്. കോളേജിന്റെ എല്ലാ ആവശ്യങ്ങളിലും അച്ഛന്റെ സാന്നിധ്യമുണ്ട്. അച്ഛനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ JC മാം. ഈ കോളേജിന്റെ നടത്തത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളിലും ചുറ്റാനിരിക്കുന്ന സ്നേഹം ഈ മീറ്റിംഗിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തു. അടുത്തായിട്ട് പ്രൊഫസർ MM മാത്യു സാർ, അവരുടെ സീനിയർ പ്രൊഫസറാണ്. സാറ് ഈ മീറ്റിംഗിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തു. അതുപോലെ ജെ. മോൾമസ്
മറിയാമസ് കരോളിനസ് ഇവർ മൂന്ന് പേരായിരിക്കും നമ്മുടെ പുതിയ ബാച്ചിന്റെ ക്ലാസ് ടീച്ചേഴ്സായിട്ട് വരുന്നത്. അവർ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തു. എല്ലാവരും കുട്ടിയായി കേട്ടിരിക്കുന്ന എല്ലാ പേരൻസിനെയും സ്റ്റുഡൻസിനെയും ആദ്യമായി മീറ്റിംഗിലേക്കും കോളേജിലേക്കും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതുപോലെ കേട്ടിരിക്കുന്ന ചെറിയച്ഛനുണ്ട്, അച്ഛനെയും മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫ്, മറ്റ് ടീച്ചേഴ്സ് എല്ലാവരും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് Thank you, sir. ഉദ്ഘാടന പ്രസംഗത്തിനായി CSI മധ്യകേരള മഹാരാജ ബിഷപ്പ്, CSI കോളേജ് ഫോർ ലീഗൽ സ്റ്റഡീസ് മാനേജ്മെന്റായ റൈറ്റ് റവറൻഡ് ഡോക്ടർ മലീക് സാബു കോശിക്കുരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അലക്സാണ്ടർ ജേക്കബ്സൺ ഉൾപ്പെടെ വേദിയിലായിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, അധ്യാപകർ, സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. നിങ്ങളെ ഈ കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നതിലേറെ സന്തോഷം. ഓർപ്പിച്ചതുപോലെ ഒരു ഹെക്ടിക് ഡേ ആയിപ്പോയി. രാവിലെ പ്രതീക്ഷയുമായി സീമസ് കോളേജുമായി ബന്ധപ്പെട്ട് ഒരു പത്രസമ്മേളനം നടത്താൻ സാധ്യതയുണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹം 10 വരുമെന്ന് ഉറപ്പ് പറഞ്ഞത്. 10:30 നിന്ന് പോകണം. 11 അത്യാവശ്യമായി മറ്റേ പ്രോഗ്രാം ഞാൻ 6 മാസം മുമ്പ് ഏറ്റതാണ്. നല്ലൊരു സർവീസ് അതുകൊണ്ട് ടൈം CSI മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം 150 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങൾ പുതുതായി വന്ന കുട്ടി സ്റ്റുഡൻസ് എന്ന നിലയിലാണ് നോക്കിയത്. 8 കോളേജുകളാണ്. അതിൽ കലാലയങ്ങളുടെ പ്രതീക്ഷയായ CMS കോളേജ് തുടങ്ങി 3 വർഷം മുമ്പ് ആരംഭിച്ച CSI കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് എന്നിവ ഉൾപ്പെടെയുള്ള 8 കോളേജുകൾ. ഈ പ്രൊഫഷണൽ കോളേജ് നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ എടുത്തു വന്നത് നിങ്ങളെ പ്രത്യേകം ഓർമ്മിക്കുന്നു. കാരണം നിരന്തരമായി റാങ്ക് ഹോൾഡേഴ്സ് ഉള്ള ഒരു കോളേജാണ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൽ പഠന കാര്യങ്ങളിൽ അത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നു. കേപ്പബിളായ അധ്യാപകരാണ് ഈ കോളേജിലെ നയിക്കുന്നത്. അതിന് നേതൃത്വം നൽകുവാൻ പ്രിൻസിപ്പലുണ്ട് എന്നതേറെ സന്തോഷകരം. എന്താണ് വിദ്യാഭ്യാസത്തെ പ്രതീക്ഷിക്കുന്നത്? ഞാൻ എപ്പോഴും പറയും, യു ഷുഡ് ഹാവ് എ ലോങ് ടേം ഗോൾ ആൻഡ് എ ഷോർട്ട് ടേം ഗോൾ. ഒരു ലോങ് ടേം ഗോൾ ഉണ്ടാകാൻ ജീവിതത്തിൽ, അതോടൊപ്പം തന്നെ ഒരു ഷോർട്ട് ടേം ഗോൾ. ഷോർട്ട് ടേം ഗോൾ നമ്മുടെ ഈ ഒരു പഠന കാലഘട്ടം, മേ ബി 3 years or 5 years, maybe in this college. ആ 3 വർഷം അല്ലെങ്കിൽ 5 വർഷം എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് പറയും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ടൈം ഫോർ വെയിറ്റ് ഫോർ യു. അല്ലേ? സമയം ഒരിക്കലും നമുക്ക് വെയിറ്റ് ചെയ്തില്ല. അത് തിരിച്ചു പിടിക്കാൻ ഒക്കുന്നതാണ്. അതുപോലെ കടലിലെ വെയിൽസിനെ കിട്ടിയിട്ടുണ്ട്, തിരമാലകളെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? ഹൗ യു ആർ ഗോയിങ് ടു യൂട്ടിലൈസ് ദ ടൈം, ഹൗ യു ആർ ഗോയിങ് ടു യൂട്ടിലൈസ് ദിസ് കോളേജ്. ഇത് മക്കളെ ഏറെ പ്രാധാന്യം നൽകുന്നു. നിങ്ങളെ ഗൈഡ് ചെയ്യാനോ മിസ്ഗൈഡ് ചെയ്യാനോ ആളുകൾ. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ മാതാവാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഷോർട്ട് ടേം ഗോൾ. ഷോർട്ട് ടേം ഗോൾ ഇത്രയേ ഉള്ളൂ. ഈ 3 വർഷം അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് വാട്ട് ഐ ഷുഡ് അച്ചീവ്. ഇത് ഒരു അഡ്വക്കേറ്റായി നിലനിൽക്കുന്ന ഒരു പ്രാരംഭഘട്ടം മാത്രമേ ആകുന്നില്ല. ഒത്തിരി മുന്നോട്ട് പ്രയാണം ചെയ്യേണ്ടതാണ്. ഒരു അഡ്വക്കേറ്റ് എന്നുള്ളതല്ല, ഞാൻ പറയും ലോങ് ടേം ഗോൾ എന്ന് പറയുന്നത് ഒരു സുപ്രീം കോടതി വരെ പോകുന്ന ഒരു ജഡ്ജ് എന്ന നിലയിൽ ആരെങ്കിലും ഇവിടെ നിന്ന് വിദ്യാർത്ഥി ആരെങ്കിലും സുപ്രീം കോടതി ജഡ്ജായിട്ട് പോകുന്നില്ലെന്ന് ആർക്ക് പറയാൻ സാധിക്കും? കോട്ടയത്ത് നിന്ന് തന്നെ നമുക്ക് സുപ്രീം കോടതി ജഡ്ജുണ്ടായി. അതുകൊണ്ട് ഈ കലാലയത്തിൽ നോക്കാം, അതായിരിക്കട്ടെ നമ്മുടെ ലോങ് ടേം ഗോൾ. അധ്വാനിക്കും, കഠിനാധ്വാനം ചെയ്യാൻ സാധിക്കും. ഞാൻ എന്നും പറയും,
ഒരിക്കലും ഒരു പുസ്തകം മുഴുവൻ ജീവിക്കണമെന്ന് ഞാൻ പറയാറില്ല. നമ്മളിലുള്ള എല്ലാവിധ കലകളും എല്ലാവിധ വസ്ത്രങ്ങളും വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരു കലാലയം. പക്ഷെ അതിന്റെ ആവശ്യം കൂടിയാണ് ഈ നീണ്ട ഡിസിപ്ലിൻ. അതേറെ ആവശ്യം അച്ചടക്കം എന്നത് നമ്മുടെ ജീവിതത്തിന് മുദ്രയാണ്. പഠിക്കുന്നത്, മറ്റ് കാര്യങ്ങൾ ഇടപെടുന്നതിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന നല്ല ഒരുപറ്റം അധ്യാപകരെ നിങ്ങളുടെ കോളേജിലെ സമ്മതം. ഇവിടെയുള്ള മറ്റ് കോളേജുകളുമായിട്ടൊക്കെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഇത്രയും പ്രൊഫഷണലിസമുള്ള അധ്യാപക സഹോദരങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ കോളേജിന് തുടർച്ചയായി റാങ്ക് നിലനിർത്തുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വൃത്തിയിൽ വെച്ചിട്ട് എനിക്കുണ്ടായിരുന്ന മനസ്സിലേക്ക് സാറിനെ കേൾക്കണമെന്നുള്ള താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ വിവാഹമില്ലാത്തൊരു ദിവസമായി എങ്കിലും ഇവിടെ വരുവാൻ നിങ്ങളെ കോളേജിലേക്ക് വെൽക്കം ചെയ്യുവാനും ഏറെ സന്തോഷമുണ്ട്. പേരൻസിനെയും നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും ഒരു 12th കഴിഞ്ഞ് വരുന്ന ഒരു ലാൻഡ് സ്റ്റുഡൻസ്, അതുകൊണ്ട് അവിടെ നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാകും. ഞങ്ങളുടെ ഭാഗത്തുള്ള ശ്രദ്ധ തീർച്ചയായിട്ടും ഉണ്ടാകും. ഒന്നിച്ചേർന്ന് കോളേജിൻ്റെ എക്സസ് നിലനിർത്തുവാൻ നിങ്ങളുടെ പങ്ക് നിർവഹിക്കുവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ഉള്ളപ്പോൾ പഠിക്കുവാൻ നമുക്ക് സാധ്യതകളൊക്കെ ഉള്ളപ്പോൾ ദൈവാശ്രയമുള്ള ഒരു സമൂഹമായി ജീവിക്കുന്നു. നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന വ്യത്യസ്ത വിശ്വാസത്തിലുള്ളവരാണ് നിങ്ങളെല്ലാവരും. നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ഈശ്വര വിശ്വാസത്തോടെ നിങ്ങളുടെ പഠനം മുമ്പോട്ട് നയിക്കുവാനിടയാകട്ടെ. നമ്മളെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് ഞങ്ങളെ നിലനിർത്തുന്നത് വഴി നടത്തുന്നുള്ള ബോധ്യവും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കോളേജിലെ അധ്യയനത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മയും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ ചൊല്ലുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രസ്താവിക്കുന്നു. ദൈവം നമ്മെ എല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. As an hour of auspicious begins and the light of knowledge, we now move to the ceremonial lighting of the lamp. May I kindly request everyone in the audience to please rise for the ceremonial lighting of the lamp as a mark of respect and reverence. പേരൻസിന്റെ ഭാഗത്തു നിന്നും ഒരാൾ ഇങ്ങോട്ട് വന്ന് നമ്മളെ കൊടുക്കണമെന്നാണ്. Thank you. You may now kindly be seated. ഓരോ സാധനത്തിനും സ്വന്തം വ്യക്തികളുണ്ട്. ആ സാധനത്തിന്റെ ആത്മാവിനെ പകരുന്നതിനാൽ അതിന്റെ അഭിമാന ചിഹ്നമാണ്. ഇന്ന് നമ്മുടെ CSIS ഔദ്യോഗിക കോളേജ് ആണ് പ്രകാശനം ചെയ്യപ്പെട്ടു. ഈ മഹാനായ ഈ ഗാനം Here we stand with hearts united, in the light of truth we rise, guided by the word eternal, justice shining in our eyes. From the
went to you. ഈ മനോഹര കാലത്തിനിടയിലും ആത്മാവ് നൽകുന്ന കാലത്തിന്റെ രചയിതാവ് ശ്രീമതി കരോളിനെ ആദരവ് അനുസരിക്കുന്നതായി കൃഷ്ണനെ ആവശ്യപ്പെടുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി CSA കോളേജ് പൊളിറ്റിക്കൽ സ്റ്റഡീസ് പ്രിൻസിപ്പൽ അധ്യാപകനായ പ്രൊഫസർ ഡോക്ടർ ജോർജ് ജോസഫ് സാറിനെ ക്ഷണിച്ചു. എല്ലാവർക്കും ആദ്യമായ എൻ്റെ ഹൃദയം നിറഞ്ഞ നല്ലൊരു സുപ്രഭാതം. ഈ സമ്മേളനത്തിന്റെ ഇൻഡക്ഷൻ സെറമണിയിൽ ഉദ്ഘാടനം നിർവഹിച്ച അത്യാവശ്യ കാര്യത്തിനായി പോയ ബിഷപ്പ് കോളേജിന്റെ മാനേജിംഗ് ബിഷപ്പുമായ ഡോക്ടർ മലി സംഭവിച്ചിരിക്കുകയാണ്. ഇന്നത്തെ മുഖ്യ പ്രഭാഷണമാണ് ഏറ്റവും പ്രഗത്ഭനായ ഒരു ഭരണാധികാരി, ഞാൻ കൂടുതലൊന്നും വിശേഷിപ്പിക്കില്ല, മൊബൈലിൽ പറയും, ഡോക്ടർ അലക്സാണ്ടർ IPS. ഈ പ്രോഗ്രാമിന്റെ ചുക്കാൻ പഠിച്ചത് മനോഹരമാക്കി നടത്തിയ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ DC പെരിങ്ങാട്ട്, പ്രൊഫസർ ഡോക്ടർ എം മാത്യു, ഏറ്റുമാനൂർ വൈദ്യ ട്രസ്റ്റ് ചെയർമാൻ റവറൻഡ് ജേക്കബ് ജോൺസൺ, ശ്രീമതി ജയ്പോൾ തോമസ്, മരിയ ജോസഫ്, കരോളിൻ വില്യംസ്, മറ്റ് അധ്യാപക വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എനിക്ക് ഏറ്റവും അതിയായ സന്തോഷം ഇന്നുണ്ട്. കാരണം അത് നിങ്ങളോട് വെക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഈ കേരളത്തിൽ 30-ലധികം ശാസ്ത്രീയ ലോ കോളേജുകൾ നിൽക്കുമ്പോൾ CSA ലോ കോളേജിൽ പഠിച്ചാൽ മതി എന്നുള്ള ഒരു മാനസിക നിർബന്ധത്തോടു കൂടി മാനേജ്മെന്റ് കോട്ടായിൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഗവൺമെന്റ് തലത്തിൽ ഓപ്ഷൻ കൊടുത്ത് ആദ്യമായി ഇപ്പൊ ഈ കോളേജിൽ എത്തിച്ചേർന്ന തുടക്കം കുറിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ ഭാഷയിൽ അഭ്യർത്ഥിക്കാൻ ഈ അവസരത്തിൽ ഉപയോഗിക്കുന്നു. ഇവിടെ വരുന്ന പല വിദ്യാർത്ഥികളോട് രക്ഷിതാക്കളോട് ചോദിച്ചു, എന്താണ് നിങ്ങളെ മലപ്പുറത്ത് നിന്ന്, കോഴിക്കോട് നിന്ന്, കാസർഗോഡ് നിന്ന്, തിരുവനന്തപുരത്ത് ഈ CSA കോട്ടയത്തേക്ക് വന്നെടുക്കാൻ കാരണം അവർ പറയുന്നത് അവരുടെ പഠിച്ചാൽ അതുകൊണ്ടാണ് ആ സന്തോഷം നിങ്ങളെ അഭിനന്ദിക്കുന്നു, ആർദ്രമായിട്ട് അനുഭവിക്കുന്നു. ഈ സുദിനം നിങ്ങളുടെ ജീവിതത്തിന്റെ സുപ്രധാനമായ ദിനമായി മാറട്ടെ ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുന്നു. ഇത് നിങ്ങൾ ഓർത്തിരിക്കും. ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ കുറിച്ചിടങ്ങ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറക്കാനാവാത്ത ദിനമായിരുന്നു CSA കോളേജിലെ ഇലക്ഷൻ സെറമണി ഓഗസ്റ്റ് 23 രാവിലെ അറ്റൻഡ് ചെയ്തത് നിങ്ങൾ ഓർക്കുന്നില്ല. ആ ആഗ്രഹം മാത്രം നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ഭാവി കണ്ടുകൊണ്ട് നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമായി തീരാനുള്ള പരിശ്രമത്തിലേക്ക് ചുവടുവയ്പ് അത് വിജയമായി തീരട്ടെ മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ ഭാഗങ്ങളിൽ നിന്നും നന്ദി, നമസ്കാരം.
and you, sir. Today, we are truly privileged to have among us a living legend, innate synergism, discipline, knowledge, and inspiration, Dr. Alexander Jacob, retired IPS. Sir has served the issue with dedication through his long career in Indian Police Service. He served as the Director General of Police, Kerala. With more than 7,000 education lectures delivered across schools, colleges, and institutions, he has touched the life of lakhs of students, motivating them to pursue excellence with integrity. His contributions extend beyond policy. He is a distinguished scholar, a prolific writer, a recipient for over 30 prestigious awards, both state and national. On behalf of CSI College for Legal Studies, I extend a warm and respectful welcome to you. ഇന്ന് പുതിയ കോഴ്സിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഇന്നത്തെ മുഖ്യാതിഥികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, ഏവർക്കും എൻ്റെ നമോവാദം. വളരെ പ്രശസ്തമായി വളർന്നു വരാൻ നിങ്ങളുടെ കോഴ്സിൻ്റെ തുടക്കത്തിൽ പ്രസംഗിക്കാൻ കഴിയുന്നത് നല്ല ഒരു ഭാഗ്യമായി കരുതല്ലേ. നിങ്ങളുടെ നിങ്ങളുടെ വൈസ് ഉദ്ദേശിച്ച് ഞാൻ ജനിച്ചു വളർന്ന ഫോണ്ടാണത്തിലെ വളരെ പ്രശസ്തമായ രണ്ട് കുടുംബങ്ങൾ ജനിച്ചവരാണ്. വളരെ പ്രശസ്തമായ ഒരുപാട് പൂർവികരുള്ളവരാണ് രണ്ടുപേരും. ഇവിടെ വന്നപ്പോഴാണ് രണ്ടുപേരെയും പരിചയപ്പെടാനും അത് എടുക്കാനും കഴിഞ്ഞത്. വളരെ പ്രഗത്ഭനായ പ്രിൻസിപ്പൽ, യൂണിവേഴ്സിറ്റി ഡീനായ പ്രിൻസിപ്പൽ, നിങ്ങൾക്ക് പ്രിൻസിപ്പളായി ലഭിച്ചിരിക്കുക. ഈ അനുകൂലമായ സാഹചര്യം നിങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആദ്യമായി നിങ്ങൾ ഓരോരുത്തർക്കും കിട്ടിയ അപൂർവമായ ഈ സൗഭാഗ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന കുട്ടികളിൽ 1% മാത്രമേ കോളേജിൽ പോകുന്ന ഭാഗ്യമുള്ളൂ. 70% പേര് 7ാം ക്ലാസ് ആകുമ്പോഴേ സ്കൂളിൽ പോകുമ്പോഴാണ്. 99% of students drop out by the 12th standard. കോളേജിൽ പോയി പഠിക്കാൻ ഭാഗ്യം ലഭിച്ചത് 1%. ഇന്ത്യയിലെ 146 കോടി ജനങ്ങളിൽ ഡിഗ്രിയുള്ള 3 കോടി. അതിലേതാണ്ട് 1 കോടിയോ പ്രൈവറ്റായി ഡിഗ്രി എടുത്തിട്ടുള്ളവരാണ്. പക്ഷേ ആ കോളേജിൽ 1% 0.2% മാത്രമേ ഒരു പ്രൊഫഷണൽ കോളേജിൽ പോയി പഠിക്കാൻ പറ്റൂ. ഒരു MBBS-നോ ഒരു എഞ്ചിനീയറിങ്ങിനോ ഒരു LLB-ക്കോ പോയി പഠിക്കാൻ പറ്റും. അപ്പോൾ ഒരു LLB-ക്ക് അഡ്മിഷൻ കിട്ടുമെങ്കിൽ പഠിക്കാൻ നടക്കുമ്പോൾ ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന കുട്ടികളുടെ 0.2% അതിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഈശ്വരൻ തന്ന അപൂർവമായ ഭാഗ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ കൊണ്ട് LLB-ക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ ഗവൺമെൻറ് ADS അഡ്മിഷൻ കിട്ടി. ഞാൻ എൻ്റെ ഡിഗ്രി എടുക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ അഡ്മിഷൻ കിട്ടി 1 ക്ലാസ് മുതൽ കയറാൻ സമയത്തിന് വേണ്ടി കോട്ടയത്തിൻ്റെ പോസ്റ്റ് ഞാൻ പോകുന്നു. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ചെറിയ അസുഖങ്ങളൊന്നും മനസ്സിലാക്കണം. എനിക്കെടുക്കാൻ പറ്റാത്തൊരു ഡിഗ്രി നിങ്ങൾ എടുക്കാൻ പോകുന്നു എന്നുള്ളത് ചെറിയ അസുഖങ്ങളൊന്നും കാണുകയാണ്. നിങ്ങളുടെ പഠിത്തം തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധാർത്ഥമായി ഈ പഠിത്തം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി കൃത്യമായ ചിത്രം ഉണ്ടാകണം. വെറുതെ ഒരു ഡിഗ്രി എടുക്കണം, പിന്നെ ഏതെങ്കിലും കോളേജിൽ പോയി പ്രാക്ടീസ് ചെയ്യണം, അതല്ല നിങ്ങൾ ലക്ഷ്യമാക്കണം. നിങ്ങൾ ഇന്ന് മുതൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുമ്പോട്ട് പോകണം. ഒരു LLB പാസ്സായ ആളുകൾ ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സർവീസ് ഏതാണ്? ഏറ്റവും വലിയ സർവീസ് UNOയുടെ സിവിൽ സർവീസാണ്. UNOയിൽ 16 സിവിൽ സർവീസുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഹെഡ്ക്വാർട്ടർ സർവീസ്, ഇങ്ങനെ 16. UN സിവിൽ സർവീസ് കയറിയാൽ ഒരു 5 ലക്ഷം രൂപയുടെ ഒരു മാസം സ്റ്റാർട്ടിങ് ശമ്പളം. ഒരു 20 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ശമ്പളം 1 കോടി രൂപ ഒരു മാസം. അപ്പോൾ UNOയുടെ 16 സർവീസിൽ ഒരു സർവീസ് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. UN ലീഗൽ സർവീസ്, ജനീവയിലെ ഇന്റർനാഷണൽ കോർട്ടുമായി ബന്ധപ്പെട്ട ലീഗൽ സർവീസ്. നിങ്ങൾ LLB കഴിഞ്ഞ്
YPP ഞാൻ പ്രൊഫഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് 3 വർഷം പ്രാക്ടീസ് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് UN സിവിൽസ് ലീഗൽ സർവീസിനോട് മത്സരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും UN സിവിൽ സർവീസിൽ പോകണമെന്ന് പരിപാടിയൊക്കെ ഇപ്പോഴേ തുടങ്ങിയാൽ നിങ്ങളെല്ലാം 2020 എടുക്കും. പിന്നെ ഒരു 3 വർഷം YPP 2034 നിങ്ങൾ UN ലീഗൽ സർവീസിൽ കയറി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ ഒരു ലീഗൽ ഓഫീസറായി തീരണം. ലോകം മുഴുവൻ ഇതിൻ്റെ ദേശത്ത് അഭിമാനത്തിൽ ഓർത്തിരിക്കും. ഇത് കൃത്യമായി നിങ്ങൾ ലക്ഷ്യപ്പെടേണ്ട ഒന്നാണ്. രണ്ടാമത് ഇന്ത്യൻ സിവിൽ സർവീസ്. ഞങ്ങളൊക്കെ IAS പരീക്ഷ എഴുതുമ്പോൾ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ഇംഗ്ലീഷ് ഒക്കെ എടുത്താൽ ഞങ്ങൾക്ക് IAS പാസ്സാണ്. പക്ഷേ 11 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഗവൺമെൻറ് സിവിൽ സർവീസിൻ്റെ സിലബസ് അമെൻഡ് ചെയ്തു. MBBS മെഡിസിൻ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റാക്കി, എഞ്ചിനീയറിംഗ്, സിവിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഓപ്ഷണൽ സബ്ജക്റ്റാക്കി, ലോ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റാക്കി. നിങ്ങൾ LLB പഠിക്കുമ്പോൾ ആ സിലബസ് ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഓപ്ഷണൽ സബ്ജക്ട് 1 and 2 ലോയിൽ തന്നെ എടുക്കാം. 500 മാർക്ക് നിങ്ങൾക്ക് ലോയിൽ കിട്ടിയാൽ പിന്നെ ജനറൽ നോളജ് ഉണ്ടെങ്കിൽ ജനറൽ സ്റ്റഡീസിൻ്റെ 1000 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്തു. പിന്നെ essay എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ essay എഴുതാൻ 1000 മാർക്കുള്ള സിവിൽ സർവീസ് പരീക്ഷയിൽ നിങ്ങൾക്ക് ജയിച്ച് കയറാം. അപ്പോൾ നിങ്ങൾ IAS സിവിൽ സർവീസ് 27 സർവീസാണ്. 3 സർവീസുകൾ IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IPS ഇന്ത്യൻ പോലീസ് സർവീസ്, IFS ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇങ്ങനെ 3 ക്ലാസ് 1 സർവീസ്. പിന്നെ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് A ഇന്ത്യൻ ഇൻകം ടാക്സ് സർവീസ്, ഇന്ത്യൻ കസ്റ്റംസ് സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ ഓഡിറ്റ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, റെയിൽവേ പാർക്ക് സർവീസ്, റെയിൽവേ സർവീസ്, ഇങ്ങനെ പലരും ശമ്പള സെയിമാണ്, പക്ഷേ ക്വാളിറ്റി അഡ്വാൻസ്. പിന്നെ സെൻട്രൽ ഗ്രൂപ്പ് B ഒരു 27 സർവീസ്. ഒരു പരീക്ഷ എഴുതുന്നത് പക്ഷേ 27 സർവീസിൽ നിന്ന് കിട്ടാം. പണ്ട് ഒരു പടിക്ക് 2 പക്ഷിയുള്ളൂ. IAS പരീക്ഷ എഴുതിയാൽ ഒരു പടിക്ക് 27 പക്ഷിയാണ്. ഏത് പക്ഷി എഴുതുന്നത് പടിക്കായിട്ട് മനസ്സിലാവും, പടിക്കെട്ടിലേക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുന്ന LLB IAS പഠിച്ചെടുക്കാൻ വേണ്ടി 2 ഓപ്ഷനുകൾ ലോ എന്ന ഓപ്ഷൻ എടുക്കാൻ തയ്യാറാണ്. ഞാൻ നിങ്ങളുടെ ലോയുടെ സിലബസ് അയച്ചുതരാം. നിങ്ങൾ IAS എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ പത്രം വായിക്കണം, ജനറൽ സ്റ്റഡീസ് എടുക്കണം, പിന്നെ ലേഖനം എടുക്കണം. ലോയിൽ പഠിച്ചാൽ മതി. IAS വരാം. നാളെ നിങ്ങൾക്ക് കൊല്ലം കോട്ടയം കളക്ടർ, കോട്ടയം SP ചീഫ് സെക്രട്ടറി ആവാം, DGP ആവാം, ഇന്ത്യയുടെ അംബാസഡർ ആവാം, IFS ഗവൺമെൻറ് അംബാസഡർ ആവാം. എത്ര സ്ഥാനങ്ങൾ. അപ്പോൾ നിങ്ങൾ IAS എടുത്ത് വരികയാണെങ്കിൽ നിങ്ങളെ സബ് കളക്ടർ ആവുമ്പോൾ നിങ്ങൾ SDM സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റാണ്. നിങ്ങൾ കളക്ടറായിട്ട് വരുമ്പോൾ ജില്ലാ മജിസ്ട്രേറ്റാണ്. 107 146 അറസ്റ്റിലാണ് 6 മാസത്തേക്കാണ് ആൾ കിടക്കുന്നത്. വലിയ അധികാരം കിട്ടുന്നത്. വലിയ അധികാരം എല്ലാവരും ചാട്ടലാണെങ്കിലും പറയുന്നത് അധികാരം മജിസ്ട്രേറ്റിന് അധികാരം കിട്ടാൻ IAS പാസ്സാക്കാൻ വലിയ വലിയ പട്ടണങ്ങളിൽ കമ്മീഷണറാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്മീഷണറായി കഴിഞ്ഞാൽ പട്ടണം മുഴുവൻ, ബോംബെ പട്ടണം മുഴുവൻ, ബാംഗ്ലൂർ പട്ടണം മുഴുവൻ മജിസ്ട്രേറ്റ് പോകേണ്ട. അപ്പോൾ ഒരു മജിസ്ട്രേറ്റായിട്ട് നീതിന്യായ വകുപ്പിൻ്റെ തലപ്പത്രം കഴിയും സിവിൽ സർവീസ് പാസ്സായ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കുട്ടികൾ IAS ലക്ഷ്യമാക്കി പഠിക്കണം. IAS പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ പേര് ഒരു സമയത്ത് കൊടുക്കുക. നമുക്കിവിടെ ഒരു സിവിൽ സർവീസ് തുടങ്ങാൻ ഞാൻ വരാൻ നിങ്ങളെ കോച്ച് ചെയ്യാൻ ഇപ്പോഴും തുടങ്ങാമെന്നുള്ള IAS കൊടുത്തിട്ട് കരുതുക. ലോ IC വിഷയം എടുത്തിട്ട് IAS പാസ്സാകും. 27 സർവീസിലേത് കിട്ടിയാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പോയി UN ലീഗൽ സർവീസിൽ പോവുക, ഇന്ത്യയുടെ IAS ലോ IC വിഷയം പാസ്സാവുക. ഇത് രണ്ടും നിങ്ങൾ കൃത്യമായി ലക്ഷ്യമാണ്. UN പോകാൻ ആഗ്രഹിക്കുന്ന YPP പ്രോജക്റ്റിന് അയച്ചു കൊടുത്തേക്കാം. അത് ഭംഗിയായിട്ട് തയ്യാറാണ്. മൂന്നാമത് തയ്യാറാകുന്നത് ജഡ്ജിയാവാൻ വേണ്ടിയാണ്. മജിസ്ട്രേറ്റ് പരീക്ഷയുണ്ട്, സെഷൻ ജഡ്ജി പരീക്ഷ.
ഞാൻ എൻ്റെ പരീക്ഷയുടെ സിലബസ് നിങ്ങൾക്ക് അയച്ചത് നിങ്ങൾ എനിക്ക് പഠിക്കുമ്പോഴേ മത്സരത്തിൻ്റെ പരീക്ഷയിൽ സെഷൻ്റെ സിലബസ് വെച്ച് പഠിക്കണം. അപ്പോൾ അവിടെ വളരെ എളുപ്പത്തിൽ ക്ലിയർ ചെയ്യണം. അങ്ങനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ദൈവനിർമ്മാണം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ലോകം വിളിക്കുന്ന വേറെ ഏതെങ്കിലും ജോലിയുണ്ടോ? പ്രൈവറ്റ് സ്ഥലമായി ലോകം വിളിക്കും, പ്രസിഡന്റുമായി ലോകം വിളിക്കും. ലോകത്തിൽ മനുഷ്യൻ ലോകം വിളിക്കുന്ന ഒറ്റ പണിയുള്ളൂ, അത് ജഡ്ജിയുടെ പണിയാണ്. ഞങ്ങൾ ചിലപ്പോൾ കോടതി പോകും, DGP ആണ്, IGP ആണ്. പക്ഷെ അവിടുത്തെ തൊഴിൽ കൊടുക്കാനെ കൂട്ടിക്കുന്നത് വിശേഷം നമ്മളന്വേഷിച്ച് കേസ് സ്ഥാനത്തുണ്ടോ നമ്മൾ പോയി കൂട്ടി നിൽക്കുകയാണ്. നിന്നുകൊണ്ട് മൈലോട്ടല്ലേ ഇതിന് മനസ്സിലാക്കണം. അപ്പോൾ ഈശ്വരനെ വിളിക്കുന്ന പോലെ മൈലോട്ട് വിളിക്കാൻ നിങ്ങളുടെയൊക്കെ ജാതകത്തിൽ എഴുതി മാത്രം നിങ്ങൾ ശ്രമിച്ചില്ലേ പറ്റിയ. അതുകൊണ്ട് മജിസ്ട്രേറ്റ് പരീക്ഷയുടെ സെഷൻ ജഡ്ജസ് സിലബസ് ഞാൻ അയച്ചുതരാം. പിന്നെ ഇന്ത്യ ഗവൺമെൻറ് ബില്ല് തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ജുഡീഷ്യൽ സർവീസ് IAS പോലെ ഒരു സർവീസ് ഉണ്ടാകുന്നതാണ് ഇന്ത്യൻ ജുഡീഷ്യൽ സർവീസ്. എല്ലാവരും പാസ്സായാലും മാത്രമേ അത് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വന്നാലും വന്നില്ലേ, വന്നെങ്കിൽ വളരെ നല്ലത്. ഒറ്റയടിക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ലഭ്യമാകുന്ന ഒരു സർവീസിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കസിൻസും നീസസ് എല്ലാവരും ചേർന്ന് എല്ലാവർക്കും ഈ മജിസ്ട്രേറ്റ് സിലബസ് സെഷൻ ജഡ്ജ് സിലബസ് അയച്ചു കൊടുത്തവരൊക്കെ ചെയ്തു. ഇപ്പോൾ കേരളത്തിലെ 10 ജഡ്ജിമാർ എൻ്റെ കസിൻസോ എൻ്റെ നീസസോ നെവ്യൂസോ ആണ്. എല്ലാവരും ചേർന്നപ്പോഴേ പഠിച്ചോളാം നമുക്ക് ജഡ്ജിയാവാൻ പറ്റില്ല. നിങ്ങൾക്കൊരു ഇന്ന് ജോലി ചെയ്യുന്നതിനകത്ത് ഒരു 10-30 ജഡ്ജിമാരാണ്. എല്ലാവരും മൈലോട് നമ്മൾ നല്ല കഴിവാണ്. അത് ഇപ്പോഴും തയ്യാറാക്കണം. എല്ലാവരും പഠിക്കുമ്പോഴേ എനിക്ക് ജഡ്ജിയാവണം എന്ന് തയ്യാറായിട്ട് വേണം പോകാൻ. അപ്പോൾ ഇന്ത്യൻ ലീഗൽ സർവീസ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ആൻഡ് സെഷൻ ജഡ്ജിയുടെ സർവീസ് അതിന് നിങ്ങൾ തയ്യാറാണ്. അത് മൂന്നാമതായി നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ട ഒരു ലക്ഷ്യമാണ്. ഇനി നാലാമതായി നിങ്ങൾ കുറച്ച് പേർക്ക് വളരെ നല്ല വാക്ചാതുര്യവും ക്ലാസ് എടുക്കാൻ കഴിവുകളും ഉണ്ടാവും. അങ്ങനെയുള്ളവർ എല്ലാവരും കഴിഞ്ഞിട്ട് എല്ലാം എടുക്കാൻ തയ്യാറാണ്. എല്ലാം പാസ്സാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ പല രാജ്യങ്ങളിലും ലോ കോളേജുകൾ പഠിപ്പിക്കാൻ കേരളത്തിൽ നിന്നാണ്. സൗത്ത് ആഫ്രിക്കയിലെ ജവാഹർലാൽ യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാർ എൻ്റെ കസനാണ് അവനെ നിർത്താറുള്ളൂ. ചെക്കനുണ്ടാക്കിയ പരിപാടി അദ്ദേഹം പറയുകയാണ് അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ ലോ കോളേജിലെ 95% ടീച്ചേഴ്സ് മലയാളികളാണ്. കാരണം ആ രാജ്യത്ത് പോയി കോളേജിൽ പഠിപ്പിക്കാൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് ഉള്ളൊരു ഇന്ത്യക്കാരാണ്. അപ്പോൾ വിദേശത്ത് യൂറോപ്പിലും അമേരിക്ക ഒരു ലെക്ചറർ വേണമെങ്കിൽ $20,000 ഫീസ് ശമ്പളം പോയി. സൗത്ത് ആഫ്രിക്കയ്ക്ക് എഴുതിയിരിക്കുന്നതാകാൻ. പക്ഷെ മലയാളി $5,000 ചോദിക്കും. അവർ $1,000 ചിലവ് തന്നു. നമ്മളപ്പന്മാർ 2 സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. കഞ്ഞീച്ച മതി അത് കഴിച്ചാൽ പറഞ്ഞ് $1,000 ചെയ്യും. $4,000 വീട്ടിലേക്ക്. $4,000 കേരളത്തിൽ ബാങ്കിൽ വരുമ്പോൾ 3,84,000 ഒരു മാസം ക്രെഡിറ്റ് ആയിക്കൊണ്ടേയിരിക്കും. മലയാളിക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ആഫ്രിക്കയിലും സൗത്തേഷ്യയിലും ഒക്കെ എല്ലാം പോകുന്നത് കേരളത്തിലാണ്. അപ്പോൾ നിങ്ങൾ LLB കഴിഞ്ഞാൽ LLM എടുത്ത് ലോകത്തിലെ ലോ കോളേജുകൾ ലെക്ചർമാരായിട്ടും പ്രൊഫസർമാരായിട്ടും ഭാവിയിൽ പ്രിൻസിപ്പൾമാരായിട്ടിരിക്കാൻ പഠിക്കാൻ കഴിവുള്ള പിള്ളേരെ ഉപദേശിച്ചത് കഴിവില്ലാത്തവർ കേരളത്തിൽ പഠിക്കാൻ കഴിവുള്ള LLM എടുത്ത് കോളേജുകളിൽ ഗംഭീരമായിട്ട് പഠിപ്പിച്ച് നിങ്ങൾ പ്രൊഫസേഴ്സ് പ്രിൻസിപ്പൾസ് ഒക്കെ ആണ്. ഇത് 4ാമത് നിങ്ങൾ രക്ഷപ്പെടാൻ. ഈ 5ാമതായി BCom LLBക്കാർക്ക് മറ്റാർക്കും ഇല്ലാത്ത പരിപാടി. BCom LLBക്കാരാണ് എല്ലാ കമ്പനികളും ലീഗൽ രജിസ്റ്ററാണ് അപ്പോയിന്റ് ചെയ്യും. BCom LLBക്കാരെ കിട്ടിയാൽ അവരെ പിന്നെ BA പാർട്ടികളൊക്കെ എടുക്കും. അപ്പോൾ BCom LLB എടുത്താൽ ആ കമ്പനിയുടെ കൊമേഴ്സ്യൽ ആക്ടിവിറ്റിയെ ഗൈഡ് ചെയ്യാൻ കോമേഴ്സ് അറിയണം, അക്കൗണ്ടൻസി കോമേഴ്സ് അറിയണം. പിന്നെ അങ്ങനെ LLBക്കാരുടെ ശേഷം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ LLBക്കാർക്ക് കിട്ടുന്ന അപൂർവമുള്ളൊരു പോസ്റ്റാണ്. ആ പോസ്റ്റാണ് ഗ്രൂപ്പ് ബോർഡ് അഡ്വക്കേറ്റ്. കേന്ദ്ര പാർലമെന്റോ സംസ്ഥാന അസംബ്ലിയിലെ ആക്ട് പാസ്സാക്കിയ
എങ്ങനെ ആ പഠിക്കാൻ പറ്റും, ഈ ആക്ടിനെ എങ്ങനെ അട്ടിമറിക്കാൻ പറ്റും. ഈ പറഞ്ഞു കൊടുത്തു വക്കീലന്മാർക്ക് 1 million rupees അവർ സംഭവം, 10 ലക്ഷം രൂപ ഫ്രീ ആയിട്ട് ഇന്ത്യയിൽ എവിടെയാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെ പഠിക്കാൻ കഴിവും ഇച്ചിരി കുറുക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ഈ ജോലി ചെയ്യാൻ പറ്റും. ലീഗൽ എങ്ങനെ ആക്ട് പാസ്സാക്കി ആ പഠിക്കാൻ പറ്റും. MLA ഇരുപത്തിപ്പോൾ ആലോചിച്ചിട്ടാണ് ഈ ആക്ട് ഉണ്ടാക്കുന്നത്. അതിനെ തുറക്കപ്പെട്ട പണിയുണ്ടെങ്കിൽ നോക്കാൻ ഭയങ്കര 10 ലക്ഷം രൂപ സ്റ്റാർട്ടിങ് സംഭവം. അതിൽ കൂടി സുഖപ്പെടുന്നത് ടാറ്റാനും പിള്ളേരെയൊക്കെ ഉൾപ്പെടുത്തി 1 കോടി രൂപയുടെ സംഭവം, 1 കോടി. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ നേരം ചിന്തിക്കുന്നത് ഈ പണി കിട്ടിയാൽ ഇച്ചിരി പണം ചിന്തിക്കാൻ കഴിയണം, ലോ അറിഞ്ഞിരിക്കാൻ. അങ്ങനെയുള്ളവർ ബികോമെല്ലിക്കാരുടെ ഈ 10 ലക്ഷവും 1 കോടിയൊക്കെ സഹായിക്കണം. അപ്പം ആ രീതിയിലാവാൻ പറ്റുമോ എന്ന് ശ്രമിക്കണം. അതാണ് നിങ്ങൾ 5-ാമതായിട്ട് ശ്രമിക്കേണ്ടത്. 6-ാമത് ശ്രമിക്കണമെന്ന് വെച്ചാൽ ഡിഗ്രി പാസ്സായാൽ മത്സരിക്കാവുന്ന ഒരു ബോർഡ് പരീക്ഷ. കേന്ദ്രത്തിൽ തന്നെ സെൻട്രൽ സർവീസസ് ഉണ്ട്, സബോർഡിനേറ്റ് സർവീസസ് ഉണ്ട്. സബോർഡിനേറ്റ് സർവീസസ് 2 ലക്ഷം പേരുള്ളതാണ് സബോർഡിനേറ്റ് സർവീസസ്. എൻ്റെ ഒരു കസിൻ്റെ മോളുണ്ട്. മോൾ പറഞ്ഞു, അങ്ങളെ പെട്ടെന്ന് എഴുതാമെന്ന് പരീക്ഷ. ഞാൻ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ മാസം പരീക്ഷ കൊച്ചുകുരിയൊക്കെ എഴുതി 24 വയസ്സിൽ പാസ്സായി 7 മാസമായി. ഞാൻ എന്നാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒരാളെ കളക്ട് ചെയ്യാൻ ചെന്നപ്പോഴും മോൾ വെളിയിൽ ഇറക്കി വരുന്നു. മോളാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസം. നിങ്ങൾക്ക് റെയിൽവേ പാസ്സായിട്ടാണ് 2 കൊല്ലത്തിലാണ് നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററാവാം, സൗത്ത് ബ്ലോക്ക് നോർത്ത് ബ്ലോക്കിലെ ഓഫീസറായിട്ട് വരാം. നിങ്ങൾക്ക് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ പരീക്ഷ എഴുതാം, വില്ലേജ് ഓഫീസർ പരീക്ഷ എഴുതാം, നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ അസിസ്റ്റൻ്റായിട്ട് വരാം. അതിനകത്ത് LLBകൾക്ക് പാഠം പോകുന്ന സ്ഥലം അവിടുത്തെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻ്റ് ആവാൻ LLB പാസ്സായിട്ട് വിസയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സെക്രട്ടറിയായിട്ട് വരാം, സെക്രട്ടറിയായിട്ട് വരാം. ഏതാവും പരീക്ഷ സബ് ഇൻസ്പെക്ടർ പരീക്ഷ. ഇത്തവണ നിങ്ങൾ മുതലേ സബ് ഇൻസ്പെക്ടർ പരീക്ഷ പാസ്സാക്കി ട്രെയിനിൽ നിന്നപ്പോൾ 25 LLB LLB പാസ്സാക്കി SI കണ്ടുകൊണ്ടു. വക്കീലിന് പറയാൻ പറ്റുന്ന SIക്ക് മനസ്സിലാവും. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിയമം പറയുകയും ഡബിൾ എഡ്ജ് വെപ്പണാണ്. അതുകൊണ്ട് LLB പാസ്സായി നല്ല നീളം കൊണ്ടുള്ള കുറച്ച് പേര് സബ് ഇൻസ്പെക്ടർ പരീക്ഷ എഴുതണം, വില്ലേജ് ഓഫീസർ പരീക്ഷ എഴുതണം, എക്സിക്യൂട്ടീവ് ഓഫീസർ പരീക്ഷ എഴുതണം, സബോർഡിനേറ്റ് സർവീസ് പരീക്ഷ എഴുതണം, സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ എഴുതണം. ഇങ്ങനെ 146 പരീക്ഷ ഞാൻ ആ ലിസ്റ്റ് അയച്ചു തരാം. നിങ്ങൾ അങ്ങോട്ട് ലിസ്റ്റ് നോക്കിയിട്ട് ഇതിൽ ഏതാണ് 19 തീരുമാനിക്കും എന്നും അതനുസരിച്ച് നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ ഈ 2 മാസം സർക്കാർ സർവീസുകാർ ജോലി ചെയ്യും. അങ്ങനെ മിനിമം ഗ്രാജുവേഷൻ എടുക്കാൻ പറ്റുന്ന വിശാലമായ ജോലികൾ. ഇനി അതോടൊപ്പം നിങ്ങൾ ജോലി സെർച്ച് ചെയ്യാൻ ഞങ്ങളൊക്കെ ആപ്ലിക്കേഷൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയൊക്കെ പെട്രോൾ എക്സാമിന് ഇൻക്ലൂഡ് വെച്ചു. ഞങ്ങൾക്ക് ജോലി അപേക്ഷിച്ചു. നിങ്ങൾക്ക് പോകുന്നു വേണ്ട, നിങ്ങൾക്കപ്പം നെറ്റ് ജോലി സെർച്ച് ചെയ്യാൻ പരിപാടിയാണ്. ഹൗ ടു സെർച്ച് ജോബ് ഓൺലൈൻ. ഞാൻ 16 അതിനകത്ത് കരിക്കുലം ഞങ്ങൾക്ക് വേണ്ട പോയി നിങ്ങൾ കരിക്കുലം ഉണ്ടാക്കി അതിനകത്ത് പോസ്റ്റ് 2 months എന്നൊരു സാധനം കിട്ടാൻ 10 മിനിറ്റ് കഴിയുമ്പോൾ കോൾ വരും. ആദ്യം ചിലപ്പോൾ അറിയാം കരിക്കുലത്തിൻ്റെ പത്തി വരും. ഇതൊന്ന് ചോദ്യം അറിയാമോ, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമോ, പ്രൊനൗൺസിയേഷൻ ഉണ്ടോ, ആർട്ടിക്കുലേഷൻ ഉണ്ടോ അറിയാൻ പറ്റും. 5-6 ചോദ്യം കഴിയുമ്പോൾ പറയും നമ്മളൊരു കമ്പ്യൂട്ടർ നമ്മളെ പൊട്ടിച്ചത് അവർ കമ്പ്യൂട്ടർ ഇംഗ്ലീഷ് എഴുതാൻ അറിയാമോ, ഓമായി ഓപ്പറേഷൻ ഇടാൻ അറിയാമോ, സ്ക്രിപ്റ്റ് അറിയാമോ, റിട്ടേൺ ലാംഗ്വേജ് അറിയാം. അത് 5 ചോദ്യം കഴിയുമ്പോൾ കാണുമ്പോൾ വീഡിയോ കാണാം. ഏതായാലും വീഡിയോ കോൾ നിങ്ങൾക്ക് അച്ഛവരെ കാണാം, അവിടെ നിങ്ങളെ കാണാം. ഇൻ്റർവ്യൂ ഒരു 5-10 ചോദ്യം കഴിയുമ്പോൾ യു ആർ സെലക്ടഡ്. യുവർ സാലറി is 3 lakh rupees per month. Your appointment online clinic will reach you in 2 weeks time. And that clinic design appointment പറഞ്ഞേറെ പഠിച്ചാൽ അപ്പോൾ ഇതിനാണ് ഡ്രോപ്പ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ടെലിഫോൺ ഇൻ്റർവ്യൂ, കമ്പ്യൂട്ടർ
വീഡിയോകൾ, ബ്ലോഗുകൾ, ഈ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യും. നിങ്ങളെല്ലാവരും പഠിക്കുമ്പോഴേ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എല്ലാം കഴിയുമ്പോൾ വളരെ എളുപ്പം ജോലി സമ്പാദിക്കാൻ വളരെ എളുപ്പം. അങ്ങനെ ജോലി സമ്പാദിക്കാൻ ഈ വീഡിയോ പാട്ട് ഞാൻ സൗകര്യമായിട്ട് നിങ്ങൾ വീഡിയോ പാട്ട് നിങ്ങളുടെ പട്ടി പട്ടി അമ്മയോട് പറഞ്ഞാൽ ഇരിക്കാം. ഇല്ലെങ്കിൽ അമ്മയുടെ എന്തുവാണെങ്കിൽ ഒക്കെ കംഫർട്ട് കുറയ്ക്കുന്നത് ജോലി ചെയ്ത് പോകും. അമ്മയുടെ വളരെ സായിപ്പോ തരാമോ ജോലി ഇല്ലാതായി. അതുകൊണ്ട് വീട്ടിൽ പരിപാടി കാണുന്നില്ല. കുറേ വീട്ടിൽ ഈശ്വരനെ പറയാൻ വെച്ചേ ഈശ്വര അവരെ പ്രത്യേകിപ്പിക്കാൻ വേണ്ടി ഉടനെ ഒരു ഈശ്വരനെ പറയാൻ വെച്ചേക്കാൻ അപ്പോൾ മലയാളക്കാരൻ കുട്ടിയാണ് മനസ്സിലാവും ജോലി ചെയ്തു. അപ്പം ഇങ്ങനെ ജോലി തപ്പാണല്ലേ ഹൗ ടു സബ്ജക്ട് ജോബ് ഓൺലൈൻ, ഹൗ ടു പോയിട്ട് ഞാൻ അയച്ചതല്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ എല്ലാം പാസ്സായി വിതിൻ മന്ത്സ് ലോകം മുഴുവൻ പോകും. നമ്മൾ ഒന്നും തേടി വെച്ചിട്ടുണ്ട്. ലോകമേ ആവാം നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നല്ലോ. ലോകമേ ആവാം ജോലിയാണ്. നിങ്ങൾ സ്മാർട്ട് നേട്ടം അതിനകത്ത് ടെക്നോളജി അടച്ചാണല്ലോ 3 ലക്ഷം ജോലി പോകുന്നത്. 3 ലക്ഷം രാജ്യം സെലക്ട് ചെയ്യാൻ, ജോലി സെലക്ട് ചെയ്യാൻ, ജോബ് സ്കിൽ സെലക്ട് ചെയ്യാൻ. ഈ രീതിയിൽ ഒരു 6 പരിപാടികൾ തയ്യാറാണ്. UN സിവിൽ സർവീസ് ഓഫ് ഇന്റർനാഷണൽ ജോബ് സോഴ്സിങ്ങിനെ ഞാനിപ്പോൾ 6 നിങ്ങൾ തയ്യാറാണ്. അപ്പം എല്ലാം കഴിഞ്ഞാൽ ഇതിൽ 6 ഏത് ജോലി കിട്ടണം നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതനുസരിച്ച് ഇപ്പോഴും പറയുകയാണല്ലോ നിങ്ങൾക്ക് അവിടെ എത്തിപ്പെട്ടാൻ പറ്റില്ല. നിങ്ങളെപ്പോലെ 17 വയസ്സാകും പ്ലസ് 1 പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞത് മോനെ നീ എന്നെ പോലെ വളരെ IPS എടുക്കണം. മുഹമ്മദ് അങ്ങനെ അന്വേഷിച്ച് പ്രാർത്ഥനയിൽ ഓടാൻ വയ്യ. പുസ്തകം എവിടെ തിരിക്കണം. തൊഴിലിനോട് വന്നിട്ട് എഴുതാം. 22 വയസ്സിൽ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ കഴിഞ്ഞിട്ട് IPS ഇപ്പോൾ IAS 23 വയസ്സുള്ള നിങ്ങളിപ്പോൾ പറഞ്ഞാണല്ലോ. നിങ്ങൾ 23 വയസ്സുള്ള IAS എടുത്തിരിക്കും, UN സിവിൽ സർവീസ് 26 വയസ്സിൽ എടുത്തിരിക്കും, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസറായിട്ട് 23 വയസ്സിൽ എത്തിയിരിക്കും. അതുകൊണ്ട് ഈ 6 തരത്തിൽ ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ച് തയ്യാറാവും. ഇന്റർനാഷണൽ ജോലിക്ക് മാത്രം അപ്പനും കുട്ടിയുടെ മക്കളല്ലേ. എൻ്റെ വീട്ടിൽ 25 മക്കളാണ്. ഒറ്റയൊന്നും നാട്ടിലില്ല. എല്ലാം അമേരിക്കയിലോ ഓസ്ട്രേലിയ എല്ലാം പോയിരിക്കുകയാണ്. എനിക്ക് വളരെ പാവപ്പെട്ടത് ഞങ്ങൾ നാട്ടിലുണ്ട്. അപ്പോഴത്തെ എന്തെങ്കിലും അറിയിക്കണം. ലോകം ചിന്തകളെ ലേഖനം കൊണ്ടുപോകുന്നതായ. അപ്പോൾ ഈ 6 തരത്തിൽ ഏത് പോണം നിങ്ങൾ അതിനെ തയ്യാറാക്കി അതനുസരിച്ച് തയ്യാറാക്കി. രണ്ടാമത് പഠിക്കുന്ന മെറ്റാണ്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഒരു 30 പേര് മോഹമുള്ള പഠിക്കാൻ സാറ് പഠിച്ചില്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ. നിങ്ങൾ പഠിക്കാൻ എളുപ്പമുണ്ടോ? കളി മാറി. നിങ്ങൾ ഇപ്പോഴത്തെ നോക്കാണ്ട് പഠിക്കാനായിട്ട് തയ്യാറാക്കണം. നിങ്ങളെ ക്ലാസ് സാറ് പഠിപ്പിച്ചു മനസ്സിലായില്ല. നിങ്ങൾ എന്തെന്ന് പറയാം, വീട്ടിൽ വന്നിട്ട് കമ്പ്യൂട്ടറിനകത്ത് കൺട്രി വരെ ക്ലാസ് ഫോളോ ചെയ്യും. യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ എല്ലാ വിഷയങ്ങളെ പറ്റി പഠിതന്മാരായിട്ട് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സിലൊക്കെ എടുക്കണം. ക്രിമിനൽ ലോ, മോട്ടോർ കേസ് ഇൻവെസ്റ്റിഗേഷൻ പറ്റിയാൽ അത് സംബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു മനുഷ്യൻ നമ്മുടെ ക്ലാസ് 1 മണിക്കൂർ പച്ചയുള്ള പോലെ മനസ്സിലാവും. ഞാൻ മനസ്സിലായില്ലേ? നിങ്ങൾ നമ്മുടെ ഹൈദരാബാദിലെ പ്രസിദ്ധമായ നെറ്റിനകത്തുകാരാണ് EMRC, ഇലക്ട്രോണിക് റിസർച്ച് സെന്റർ. EMRC പേരിട്ട് വിഷയം എവിഡൻസ് ആക്ട് സെക്ഷൻ 120 എടുത്തുകൊടുത്താൽ അപ്പോൾ ക്ലാസ് 1 മണിക്കൂർ ക്ലാസ് ഈസിയായിട്ട് മനസ്സിലാവും. ഇനി കേരള ഗവൺമെൻറ്റിൻ്റെ ലിറ്ററേച്ചർ മലയാളം, ലിറ്ററേച്ചർ ഇംഗ്ലീഷ്, അതിനകത്ത് കാര്യം നിങ്ങൾ കൊടുക്കുന്ന വിഷയമുണ്ടോ ഉണ്ടെങ്കിൽ എൻ്റെ 30 ക്ലാസ് എടുക്കുന്നത് ഉണ്ടെങ്കിൽ ഇത് കേൾക്കാം. അപ്പം ഇങ്ങനെ ക്ലാസ്സിൽ മനസ്സിലാവാത്തത്, സാറിന് ക്ലാസ് സാറിൽ എടുക്കാൻ പറ്റാത്തതോ, സാറ് ക്ലാസ്സിൽ എടുക്കുമ്പോൾ നിങ്ങൾ പഠിപ്പിച്ചിട്ട് ക്ലാസ് കേട്ടിട്ടില്ല, അങ്ങനെയുള്ള സിലബസ് വിഷയം മുഴുവൻ നിങ്ങളെ നെറ്റിലെടുത്ത് കൊടുത്തിട്ട് ക്ലാസ് കേൾക്കണം. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ രണ്ടാമത് എന്ത് ചെയ്യണം?
നിങ്ങൾക്ക് പുസ്തകം വായിക്കാൻ കണ്ണ് വേണ്ട. ഞാനൊക്കെ 18-20 വായിച്ചു. അവസരം ഇതുവരെ എൻ്റെ ഇടത്തെ കണ്ണോട് 3 ദിവസം നടക്കുന്നു, വലത്തെ കണ്ണോട് 7 ദിവസം നടന്നു. എൻ്റെ കണ്ണാടിയിൽ 20 വെച്ച് നടക്കാൻ ഞാൻ കണ്ടുപോകും. സ്ത്രീകളെ സ്ത്രീ ഇവൻ ചോദിച്ച് നോക്കാൻ ചിന്തിച്ചാൽ പറഞ്ഞതുപോലെ കാര്യമില്ല. കേട്ടില്ല. നിങ്ങൾക്ക് പുസ്തകം വായിക്കാൻ കണ്ണ് വേണ്ട. നിങ്ങൾക്ക് ചെവി കൊണ്ട് പുസ്തകം വായിക്കാം. ഓഡിയോ കിട്ടുന്ന സാധനമാണ് കണ്ടത്. അതിനകത്ത് കയറി മടച്ചു കൊടുക്കാം. സിവിലൈസേഷൻ ചാപ്റ്റർ 4 ഇന്ത്യൻ സിവിലൈസേഷൻ അടിച്ചു കൊടുത്താൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് പീറ്റർ സി ഇത് നമ്മൾ വായിച്ച് കേൾക്കും. സുഖമായിട്ട് കേൾക്കാം, ക്ലാസ് കേൾക്കാം. അമർന്നിരുന്നാൽ ഞാൻ കൊല്ലത്തും ഇവിടെത്തിയപ്പോഴും 4 പുസ്തകം വായിച്ചു. എൻ്റെ കാറിനകത്ത് സെറ്റ് ചെയ്തിരിക്കുക. കാരണം ഇങ്ങനെ കാറിരുന്നാൽ മതി. കാറിൽ പുസ്തകം ഇങ്ങനെ കുറച്ച് വായിക്കാൻ പറ്റും. പുസ്തകം ഇങ്ങനെ വായിച്ചിരിക്കുക. അപ്പം ഇങ്ങനെ നിങ്ങൾ പുസ്തകം കേൾക്കാം. 2 ഒന്നാം പുസ്തകം കേൾക്കാം, 2 ഇംഗ്ലീഷ് ഭാഷയെ എങ്ങനെ പറയാം ഉച്ചരിക്കണം നമുക്ക് മനസ്സിലാവും. സാഹിത്യം കിട്ടാൻ ഇംഗ്ലീഷ് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ സാധാരണ കിടിനാൻ 9ാം ക്ലാസ്സിൽ ഒരു BSc വീണ്ടുകാരെ ടീച്ചർ ക്ലാസ്. ആ ടീച്ചർ പഠിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കിട്ടാത്ത വാക്കിനെ മറ്റേ കിടിനാന്ന് പഠിപ്പിച്ചത്. ഈ ടീച്ചറിനെ പഠിപ്പിച്ചില്ല. ഞാൻ DGP വന്നതിന് കിടിനാട്ട് എസ്ഐ നമുക്കൊന്നും ചെയ്യില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ഓരോ വാക്കും കൃത്യമായിട്ട് കമ്പ്യൂട്ടർ കേൾക്കാം. ഓഡിയോ ബുക്ക് നിങ്ങളുടെ ലോയ്ക്ക് പഠിക്കുന്ന ഓരോ വിഷയവും വീഡിയോ ബുക്ക് അടിച്ചു കൊടുത്താൽ മതി. എവിഡൻസ് ആക്ട് ശുക്ലം അടിച്ചു കൊടുത്താൽ എവിഡൻസ് ആക്ട് ശുക്ലം ആ പുസ്തകം വായിച്ചു കഴിഞ്ഞിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്ക് ഫോർ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അടിച്ചു കൊടുത്താൽ മതി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറ്റി 46 മണിക്കൂറാണ് ക്ലാസ്. പുസ്തകം ഇന്ത്യൻ വായിച്ചാൽ കേൾക്കുക. ഡിവിഷൻ ഓഫ് പവേഴ്സ് BP മേനോൻ 6000 രൂപയാണ് കംപ്ലീറ്റ് കിടക്കുന്ന ഓഡിയോ ബുക്കിനാണ്. ഡിവിഷൻ ഓഫ് പവേഴ്സ് BP മേനോൻ അടുത്ത കലം ചെന്നിച്ചാൽ മതി. പുസ്തകം ഇങ്ങനെ വായിച്ച് കേൾക്കും. ഈ പരിപാടി നടന്നു. അപ്പോൾ കണ്ണിന് ശേഖരിക്കാതെ നിങ്ങളുടെ ഹോസ്റ്റൽ മുമ്പിൽ ഇരുന്ന അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന സ്വന്തം വേഗം വേറെ ആൾക്കാർ ശല്യമുണ്ട്. ആർക്ക് ശല്യമില്ല. ഒരു ഇയർഫോൺ ഞെക്കി വെച്ചാൽ കേൾക്കാം. ഓഡിയോ സീരീസ്. പിന്നത്തെ പണിയാണ് ഇംഗ്ലീഷ് പുസ്തകം മലയാളത്തിൽ വേണം. ബുക്ക് വാക്കുന്നത് ബുക്ക് വാക്കുന്നത് ഇംഗ്ലീഷ് പുസ്തകം വേറെ കൊടുത്താൽ മലയാളത്തിൽ സംഭവിക്കും. ഗവൺമെന്റ് മാർക്കറ്റ് വെച്ചാൽ കൊടുത്താൽ ഗവൺമെന്റ് വെച്ചിട്ട് സമ്മതി 10 പേജ് സ്ക്രീനിൽ വളരെ സമയം കെട്ടാതെ കേൾക്കാം. ഈ പ്രോത്സാഹനം ബ്ലിങ്കിസ്റ്റ് BLINGIST 4000 രൂപ രജിസ്റ്റർ ചെയ്താൽ ഏത് പുസ്തകം കൊടുത്താൽ അതിൻ്റെ സമ്മറി 10 പേജുകൾ. ജിയോ ഡോക്ടറുടെ വാറന്റ് ഫീസ് 3000 പേരാണ്. അത് കോപ്പി ചെയ്യാൻ ഭാര്യ ഭാര്യ ഡോക്ടറുടെ ഡൈവേഴ്സ് ചെയ്താൽ സാധിക്കും. എഴുതാൻ വയ്യ. വായിക്കുന്ന ഇപ്പോഴത്തെ അറിയാം. ബ്ലിങ്കിസ്റ്റ് നമ്പർ വാറന്റ് ഫീസ് ജിയോ ഡോക്ടറായി 10 പേജ് സമ്മറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് LLB പഠിക്കാൻ 400 പുസ്തകങ്ങൾ ലിസ്റ്റാണ്. ബുക്ക് ലിസ്റ്റ് ഫോർ LLB സ്റ്റുഡൻസ്. അതിനകത്ത് ഏത് പുസ്തകം ഒറ്റ സമ്മറി പുസ്തകം സമ്മറി സുഖം പരിപാടി ക്ലാസ് ഉണ്ടാകാൻ പഠിപ്പിച്ചിട്ടുള്ള ബ്ലിങ്കിസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ സമ്മറി എപ്പോഴേ റെഡി. ഇനി കേട്ടാലെന്ന് പറയാൻ ഞാൻ വീഡിയോ കാണും. ഇന്ത്യയിൽ നിങ്ങൾ വീഡിയോ കണ്ട് യൂട്യൂബ് കാണാൻ ഡോക്യുമെൻ്ററീസ് സംസാരിക്കണം. 66 ലക്ഷം ക്ലാസ്സാണ്. ഇതിലൂടെ 66 ലക്ഷം. മോട്ടോർ കേസ് ഇൻവെസ്റ്റിഗേഷൻ അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ പല കേസൊക്കെ അന്വേഷിക്കും. അതെങ്ങനെയാണ് കോടതിയിൽ പ്രോസിക്യൂട്ടർ കൊടുക്കേണ്ടത്, കൊലക്കേസ് രക്ഷിക്കാൻ നോക്കിയില്ല, എങ്ങനെ ബാധിക്കണം, വലിയ എല്ലാ പുസ്തകത്തിൻ്റെയും സമ്മറി കിട്ടും. അത് പഠനത്തേക്കാണെങ്കിൽ ഈ ഡോക്യുമെൻ്ററി സെക്രട്ടറി കൊടുത്താൽ കംപ്ലീറ്റ് കിട്ടും. അടുത്തതാണ് ബിബ്ലിയോഗ്രഫി റിസർച്ച്. നിങ്ങൾ പഠിക്കുന്ന വിഷയത്തെ പറ്റി നിങ്ങൾക്ക് ബിബ്ലിയോഗ്രഫി
അല്ലേ ഈ ലോ എല്ലാം പാടും കേൾക്കുന്നത് എന്ത് എന്തോ ആണയുടെ പരിപാടി 10 വയസ്സിൻ്റെ പറഞ്ഞു ഞാൻ പറഞ്ഞു മോളെ റേഡിയോ വേഴ്സസ് കൊച്ചിങ് കേസാണ് റേഡിയോ വേഴ്സസ് കൊച്ചിങ്ങിൻ്റെ നമ്മുടെ ടാങ്ക് കുട്ടിയെ കഥയൊക്കെ പറഞ്ഞു ഞങ്ങൾ കൂടുതൽ നമുക്കറിയാൻ ഞാൻ അത് കോംപ്രമൈസ് കയറി ലോ ഓഫ് ഫ്രോഡ്സ് ഒക്കെ 4 മണിക്കൂർ ക്ലാസ് ലോ ഓഫ് ഫ്രോഡ്സ് സിംപ്ലിഫൈഡ് ഫോം ഭയങ്കര അതിനകത്ത് എത്രത്തോളം കഴിയുന്നത് കോമൺ സ്ഥിതി ലോ അഞ്ചാമത് എന്ത് ചെയ്യണം എൻസൈക്ലോപീഡിയ സർച്ച് നിങ്ങൾ പഠിക്കുന്ന വിഷയം എടുത്തിട്ട് എൻസൈക്ലോപീഡിയ സർച്ചിലേക്ക് അപ്പോൾ ആ വിഷയത്തിൽ ബ്രിട്ടാനിയയിൽ പറയും അമേരിക്കയിൽ പറയും പോളിസ് വേൾഡ് എൻസൈക്ലോപീഡിയ ഒറ്റ സ്ക്രീൻ സുഖ പരിപാടി പിന്നെ ചാർട്ട് ജീവിപ്പിക്കുക പണ്ടൊക്കെ ലേഖനം ഉണ്ടെന്നുണ്ട് ഞങ്ങൾ രാത്രി പകൽ ലേഖനം വായിക്കും രാത്രി ഒരു 10 എഴുതോളം രാത്രി 2 മണിയാകുമ്പോൾ ലേഖനം എഴുതിയിട്ട് രാവിലെ മാസിക കൊണ്ടുചേരും ഇപ്പോഴത്തെ ലേഖനം പറയാം ചാറ്റ് ജീവിക്കായിട്ട് 5 മിനിറ്റ് ലേഖനം റെഡി ഇത്തവണ IAS സംബന്ധിച്ച പിള്ളേർക്ക് ക്ലാസ് വെച്ചാൽ ഞാൻ മക്കളെ ഇത്തവണ ഒരു 10 എസ്സേ ഇത്തവണ പോസിബിളാണ് 10ൻ്റെ പേരൊക്കെ ഞാൻ പിന്നെ ക്ലാസ് കിട്ടി സാറിന് 10ൻ്റെ ലേഖനം കിട്ടി യുവമാരൊക്കെ പുതിയവന്മാർ യുവമാർ മൊബൈൽ എടുത്ത് ഞാൻ പറയുന്ന ഓരോ വിഷയം ഓരോ മൊബൈൽ എടുത്തു 10 മൊബൈൽ എടുക്കുന്നതാണ് 20 കഴിയുമ്പോൾ 10 മൊബൈലിനകത്ത് ലേഖനം ഞാൻ 5-ാം മാസം മെനക്കെട്ട് ദിവസം തയ്യാറാക്കിയ സാധനം യുവമാർ ആരാധന ചാറ്റ് ജീവി പ്രസംഗമാണ് ചാറ്റ് ജീവി അടുത്തുള്ള മോണോ പ്രസംഗം റെഡിയായി അപ്പോൾ നിങ്ങൾ പണിയാണ് കഴിഞ്ഞ 5 കൊല്ലത്തെ LLBക്ക് കേരള യൂണിവേഴ്സിറ്റി ചോദിച്ച പ്രസിദ്ധപ്പെട്ടിട്ടുള്ള എടുത്തിട്ട് ചാറ്റ് ജീവിക്ക് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ചോദ്യത്തിന് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുന്ന മോഡൽ ആൻസർ ഞങ്ങൾക്ക് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് പഠിച്ച് ഉത്തരം എഴുതാൻ പഠിക്കുന്ന സാധനമല്ല 2 മണിക്കൂർ കാര്യം കഴിഞ്ഞ LLBയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെ സാഹിത്യത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുക അടിച്ചു കൊടുക്കുക ആ ചോദ്യം എങ്ങനെ മോഡൽ ഉത്തരം എഴുതുന്ന 10 മിനിറ്റ് സ്ക്രീനിൽ അങ്ങനെ LLBയുടെ 5 കൊല്ലം മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുക മുഴുവൻ സ്ക്രീനിൽ ഒരു ദിവസം കൊണ്ട് മുഴുവൻ 5 കൊല്ലം ക്വസ്റ്റ്യൻ പേപ്പറിന് മോഡൽ ആൻസർ എത്ര മാസത്തെ പ്രയത്നം പക്കം റെഡിയായി പിന്നെ ഞങ്ങൾക്ക് നോട്ടീസിൽ പഠിക്കുന്ന കാലത്ത് 2 മാസം നോട്ടീസിൽ പഠിച്ചു ഇപ്പോഴത്തെ പറഞ്ഞല്ലോ ചാറ്റ് ജീവിക്കുക ഡേവിഡ് കോപ്പർഫീൽഡ് സമ്മറി പോസിബിൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡേവിഡ് കോപ്പർഫീൽഡ് സമ്മറി വന്നു ഡേവിഡ് കോപ്പർഫീൽഡിന് ചോദിക്കാൻ സാധ്യത 10-20 ഉത്തരം അപ്പോഴേ വന്നു പരിപാടി കഴിഞ്ഞ് അരമണിക്കൂറും ഡേവിഡ് കോപ്പർഫീൽഡ് തീർന്നു ഞങ്ങളൊക്കെ 2 മാസം മെനക്കെട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും പരീക്ഷ LLB കഴിഞ്ഞ 5 കൊല്ലം കേരള യൂണിവേഴ്സിറ്റി ചോദിച്ച പാർലമെന്റ് യൂണിവേഴ്സിറ്റി ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക അടിച്ചു കൊടുക്കുക ചാറ്റ് ജീവിക്ക് അടിച്ചു കൊടുക്കുക അപ്പോൾ ഉത്തരം വരും പരിപാടി റെഡിയാണ് IAS പരീക്ഷ എഴുതാൻ തയ്യാറാത്ത കുട്ടികൾ കഴിഞ്ഞ 5 കൊല്ലത്തെ IAS ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക ചാറ്റ് ജീവിക്ക് അടിച്ചു കൊടുക്കുക IAS പരീക്ഷയ്ക്ക് എങ്ങനെ ആ ഓരോ ഉത്തരം മോഡൽ ആൻസർ അപ്പോഴൊക്കെ പരിപാടി ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധനമാണ് സാധനം ഗോവിന്ദൻ ചാടി എന്നെ ചാനൽ ചർച്ചയ്ക്ക് വെച്ചു അപ്പോൾ എനിക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട 5-ാമത് ജയിൽ ചാപ്റ്റർ ഇന്ത്യയിൽ ഒരു 10-22 ജയിൽ ചാപ്റ്റർ അറിയാം ഞാനിതിങ്ങനെ പേപ്പർ കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ സണ്ണിലോ എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്നുമായിട്ട് ചർച്ചയ്ക്ക് പോകുന്നു എന്താണ് ജയിൽ ചാപ്റ്റർ ചർച്ച അപ്പോഴത്തെ ഒരു കാര്യം കമ്പ്യൂട്ടർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പ്രധാനപ്പെട്ട ജയിൽ ചാട്ടം അടിച്ചു 12,000 ജയിൽ ചാട്ടം ലോകത്തിൽ ഓരോ രാജ്യത്തൊക്കെ 25 കൊല്ലം ചാടി ചാട്ടം ഇതിൻ്റെ അപ്പോൾ എന്തൊരു പരിപാടി നമ്മുടെ എത്ര മാസം ചെയ്താലും ഇന്ത്യയിലെ ലോകത്തിലെ 200 രാജ്യങ്ങൾ ചാടി പ്രധാനപ്പെട്ട ചാട്ടം മിസ് നമുക്ക് കേരളത്തിൽ എത്ര മണിക്കൂർ ചാടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 5 സെക്കൻഡ് കൊണ്ട് 12,000 ജയിൽ ചാട്ടം ലോകത്തിൽ 200 രാജ്യങ്ങൾ ചാടി 12,000 ജയിൽ ചാട്ടം 100 അറിയുന്നത് ഇവിടെയാണ് കളി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം അലഹബാദ് ലോ ഹൗസ്
അലബാദ് ലോ ഹൗസിന് ആഫ്രിക്കൻ ലിസൺ നിങ്ങൾ LLB പഠിക്കുന്ന ഓരോ സിലബസ് സാധനം പഠിക്കുന്നത് അലബാദ് ലോ ഹൗസിന്റെ ആഫ്രിക്കൻ കണക്ട് അലബാദ് ലോ ഹൗസ് ആ വകുപ്പിനെ പറ്റി ഇന്ത്യയിലെ ഏതെല്ലാം കോടതിയിൽ കേസുണ്ടായി, ആരാണ് കേസ് വാദിച്ചത്, ജഡ്ജി എന്താണ് ജഡ്ജി ഇറക്കിയത്, കംപ്ലീറ്റ് കൊണ്ടോട്ടണം. പേരിൽ 3 ആഴ്ച കൊണ്ടോട്ട് ഇത് മക്കളെ ഞങ്ങളൊരു സ്വപ്നം കണ്ടിട്ടില്ല. നിങ്ങളുടെ സാറന്മാരെല്ലാം പഠിക്കുന്ന ഇങ്ങനെയൊക്കെ പഠിക്കാമെന്നാണ് ഒരു സ്വപ്നം കണ്ടിട്ടില്ല. നിങ്ങൾക്കുണ്ടല്ലോ ഈശ്വരൻ തന്നിരിക്കുന്ന ഈ സാധനം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് പഠിക്കുന്ന സിലബസ് എടുത്തിട്ട് ആണിച്ച് പറഞ്ഞിട്ട് പഠിക്കണം. തലേന്ന് പഠിച്ചിട്ട് സാറന്മാർ ക്ലാസ്സിൽ നിൽക്കുന്നൊന്നും ഉണ്ടാക്കാതെല്ലാം പറയുന്നത് പരീക്ഷയ്ക്ക് മാർക്കുകൾ പറയാതെ ക്ലാസിക്കൽ ഷൈനിയാണെന്നോട് എല്ലാം പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഈ ഇലക്ട്രോണിക് മെത്തേഡ്സ് ഉപയോഗിച്ച് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത പരീക്ഷയ്ക്ക് എല്ലാ റാങ്കും ഈ കോളേജിലേക്ക് LLB റാങ്ക് കോളേജിലേക്ക്. അപ്പോൾ നിങ്ങൾ ഈ പരിപാടികൾ ഉപയോഗിച്ച് പഠിക്കണം. ഇത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് നിങ്ങളോട് വരുന്ന 5 കൊല്ലം നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ചില സാധനം. നമുക്ക് ഓരോരുത്തർക്കും ലഹരിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എൻ്റെ ലഹരി വായനയാണ്, SSL ലഹരി പാടുകയാണ്, യാമിനി കൃഷ്ണന്റെ ലഹരി ഡാൻസ് ചെയ്യുക, MD വാസുദേവന്റെ ലഹരി പുസ്തകം എഴുതുക, രാജാ രവിവർമ്മയുടെ ലഹരി ചിത്രം വരയ്ക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ ലഹരി. അപ്പം നിങ്ങൾ എപ്പോഴും ഒരു നല്ല ലഹരി കണ്ടെത്തണം. നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരാളോ ലഹരിയാണ് ചീത്ത ലഹരി. ഈ കോളേജ് പഠിക്കുന്ന കാലത്ത് ഈ ലഹരിയിലേക്ക് പോയത് ഏറ്റവും ആദ്യത്തെ പുകവലിയാണ്. ഇങ്ങനെ പഠിക്കും. സിനിമയിൽ സിനിമകളില്ല, ഒന്നും സിഗരറ്റല്ല, അതെല്ലാം സുന്ദരികളാണ് ഈ പോച്ച പഠിക്കുന്നത്. ഇതെക്കൊണ്ട് പോച്ച കഴിഞ്ഞിട്ട് പറയുമ്പോൾ നിങ്ങളുടെ ലംസിനാണ് പുക. നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക്, നിങ്ങളുടെ തലച്ചോറിനും ക്ഷതം. ഇത് ഓടിയാണ് കോവിൽക്കാരുടെ പ്രശ്നം ചെയ്യുമ്പോൾ നമ്മുടെ ലംസിന് തുറമുണ്ടല്ലോ, ആടുകളുടെ ചിരുമിനി പോലെ കരിയും പുകയോടെ അത് ആളുകളിൽ നനച്ചു. ഈ പുകവലി വേണ്ട, പഠിച്ചു തീരുന്നത് ഓടിക്കാൻ. രണ്ടാമത്തത് മദ്യപാനം. പഠിച്ചിട്ട് കള്ളൊക്കെ കുടിക്കാൻ കുഞ്ഞന്റെ കാലില്ലാത്ത കാലത്ത് കവിത കുഞ്ഞന്റെ പേര് പാതാളം അവിടെ നായകരെ കുടിക്കുന്നു. അതിനോട് ജീവിതത്തിൽ കുടിച്ചു കുടുംബമെല്ലാം പഠിച്ചു പാതാളത്തിൽ നിന്ന് നീ കുടിക്കുന്നതാണെന്നുള്ള നായകരെ ചെല്ലുമ്പോൾ കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് ആ കള്ളക്കകത്ത്. ഇതുണ്ടല്ലോ കുടുംബം നശിപ്പിക്കുന്ന സാധനം. അതുകൊണ്ട് ഈ കോളേജ് പഠിക്കുന്ന കാലത്ത് മദ്യപാനത്തിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഈശ്വരൻ തന്ന ഏറ്റവും വലിയ അപയോഗം. കാരണം ലാർജസ്റ്റ് ഓർഗൻ ഇരിക്കുന്ന ബോഡി അതങ്ങ് ദ്രവിക്കും മദ്യാവസ്ഥ. ഈ കലോറിയമാണ് പോഷണത്തിൽ നോക്കുന്നുണ്ട്. ഈ ലിവറല്ല, ഈ ഇഡലി മാവ് കുഴച്ചിരിക്കും ഒരു വഴി. തലച്ചോറിൻ്റെ കപ്പാസിറ്റി നോർമൽ തലച്ചോറിൽ 1000 സെറ്റാവും. തലച്ചോറുണ്ടല്ലോ 8000 10,000 60,000 ഒന്നും അറിയില്ല. 50 വയസ്സാണ് കേരളത്തിലെ. അതുകൊണ്ട് മദ്യപാനം പഠിക്കുന്നത് ഈ കോളേജ് പഠിക്കുന്ന മദ്യപാനം വേണ്ട. മൂന്നാമത് കഞ്ചാവ്. ഇടുക്കി അടുത്ത് കിടക്കാൻ കഞ്ചാവിൻ്റെ ഉത്പാദന മേഖല. അവിടെ കഞ്ചാവ് നിങ്ങൾ 3 വീട്ടിൽ നമ്മൾ റോഡോട് ഇറങ്ങിയാൽ നല്ല മെയിൻ റോഡാണ്. കഞ്ചാവ് 1 വഴിയായി. കഞ്ചാവ് ഇത് കയറി കഴിക്കരുത്. നിങ്ങളുടെ ജീവിതം മുഴുവൻ നശിക്കും. വണ്ടി കഞ്ചാവ് ഹെറോയിൻ പറഞ്ഞ സാധനങ്ങളാണ്. ഇപ്പോൾ അതിൻ്റെ പേരായി മാറ്റി MD കഷ്ടപ്പെട്ടുണ്ട് 2 ഡിഗ്രി ചേർന്നിട്ട് MD ഈ പേരെടുക്കുന്നത് സഹായിക്കാറുണ്ട്. നാശിച്ച് നാളെ കഴിച്ച ഞാൻ മറുപടി ലെക്ചറാണ് കേസിൽ ഒരിക്കൽ ക്ലാസ് കഴിഞ്ഞിട്ട് സ്റ്റാഫിനോട് വരികയാണ്. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കഴുതി ഞാൻ ചെന്നോട് സാറേ തലയെ കുറിച്ച് മുഴുവൻ ആകാശത്തോട് പോയി സാറേ. അപ്പോഴൊരു അർത്ഥമൊക്കെ സാധനം മനസ്സിലായി. തല ആകാശത്തോടെ കഞ്ചാവ് കുട്ടിയാണ്. ഞാനൊരു 4 മാസം മെനക്കെട്ട് ആ കുട്ടിയെ കഞ്ചാവിൽ നോക്കുന്നു. വർഷങ്ങൾക്ക് തന്നെ ഐഡിയ മീറ്റിംഗ് ഞാൻ സ്റ്റെപ്പിൽ സാറേ സാറിന് ഒരു ഓഫീസറാണ് തോന്നുന്നു. എന്നെ മനസ്സിലായി സാറേ. ഞാൻ ദുരിതപ്പെട്ടു പണ്ട തല ആകാശത്തോട് കുട്ടിയല്ലേ സാറേ. സാറിന് അഡ്മിഷൻ കിട്ടിയോ? ഞാനിപ്പോൾ സെക്രട്ടറി കിട്ടിയ സാറേ. സാറിന് മന്ത്രി സാറ്
ഇങ്ങനെ നീണ്ടുപോയി സമയം ചെലവാക്കുന്ന ആർക്കും സമയമില്ല. അതുകൊണ്ട് പഠിക്കുന്ന കാലത്ത് കഞ്ചാവുന്ന സാധനം നിങ്ങളുടെ ശരീരത്തിൽ തുടരുന്നത്. നാലാമത്തെ പരിപാടി പ്രത്യേകം സ്പീഡ്. സ്കൂട്ടറൊക്കെ വെള്ളമൊന്നുമില്ല. നമുക്ക് ഇത്രയധികം കാലിൽ ഇപ്പോൾ നടക്കാൻ പഠിച്ച എത്ര മാസം കൊണ്ടാണ് 1.25 വർഷം നടക്കാൻ വീഴാൻ. നമ്മുടെ കാലിൽ നിൽക്കുന്ന പകുതി സ്കൂട്ടർ ടയറിൻ്റെ രീതിക്കും അതേ കയറി 3 കിലോമീറ്റർ ഓടി വല്ല ബസ്സിൻ്റെ കവറിൻ്റെ അടിച്ചത് കയറി ചാവും. ഇംഗ്ലീഷിലൊക്കെ പോയി പറഞ്ഞു, സം പീപ്പിൾ ഡൈ ഇൻ പീസ്, അതേഴ്സ് ഇൻ പീസസ്. ചിലർ സമാധാനത്തിൽ എനിക്ക്, ചിലർ കഷ്ടം എല്ലാവർക്കും മക്കളെ. കഴിഞ്ഞ 1 വർഷം കേരളത്തിലെ കോളേജ് പഠിക്കുന്ന പിള്ളേർ ആക്സിഡൻറ്റ് മരിച്ചത് 44 എണ്ണമാണ്. പഴയ കേരളത്തിൽ വൈസാൻ ആകെ ഉണ്ടായിരുന്നു. അവൻ ജീവിച്ചതിന് നോട്ട്സുമാണ് കിട്ടുന്ന മോഹം കൊടുക്കുന്ന പേരാണ്. അവൻ ഉള്ളു വെച്ചിട്ട് ട്രാൻസ്പോർട്ട് സ്റ്റഡി ചാവഞ്ഞാലും. അതുകൊണ്ട് കുഞ്ഞുമക്കളെ ഇപ്പോഴത്തെ പഠനം ചെയ്യുന്നവരെ നിങ്ങൾ സ്കൂട്ടറൊക്കെ യാത്രയല്ല. നിങ്ങൾ സ്പീഡിലടിച്ച് ഒരു കാലം തീർക്കാൻ കാര്യം പോയാലും സാധിക്കാം കൂട്ടിൽ പോയി. അതുകൊണ്ട് പെട്ടെന്ന് വീട് പോകാം. അവിടെ വരെ സ്പീഡ് എടുത്താൽ പെൻസ് കൊണ്ടുള്ള വണ്ടികൾ പോകണം. പറയുക സ്പീഡിൽ തെളിവുണ്ടാകേണ്ട. 5ാമത് പ്രേമം. 17 വയസ്സ് കഴിയുമ്പോൾ ദൈവത്തിന് വേണ്ടി പെൺകുട്ടികളുടെ ശരീരം നല്ല അടവുള്ളതാക്കുന്ന അവർക്ക് നല്ല അമ്മയാവാൻ വേണ്ടി ആ സ്ത്രീയുടെ ശരീരം ചെയ്യുകയാണ്. കണ്ട നാക്ക് പറയാൻ ആമ്പിളാരുടെ ദൈവം നല്ല ഭംഗിയുടെ സേഫ്റ്റി നല്ല ശരീരത്തിൽ ഓജസ്സും തേജസ്സും നല്ല മീശക്കും പരിപാടി പ്രേമിക്കാൻ തോന്നും. പക്ഷേ കുഞ്ഞുമക്കളെ നിങ്ങൾ പഠിക്കാൻ പ്രേമിക്കാൻ ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ ജീവിക്കുന്ന അവസാനത്തെ നിങ്ങൾ പഠിക്കണം. ആ IAS UN സിവിൽ ചെയ്താൽ 3 പെൺപിള്ള നിങ്ങളെ കെട്ടാൻ പഠിക്കുകയും ഒരു പരിപാടി പ്രിയപ്പെട്ട മക്കളെ ഒരു ചെറുക്കന് വേണ്ടി ജീവിതം അവസാനിച്ചില്ല. നിങ്ങൾ നല്ല മനസ്സിലാക്കാൻ പോകുന്നുണ്ടത് നിങ്ങളെ കെട്ടാൻ പഠിക്കുവാൻ പോകാൻ. അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒരു ആൺകുട്ടിക്ക് വേണ്ടി വികസിപ്പിക്കാനുള്ളതല്ല ലോകോളത്തിൽ പഠനം. പരിപൂർണമായ പഠനത്തിൽ ചെലവഴിക്കുക. വലിയ നിലകളിലെത്തി 3 പേര് നിങ്ങളെ വാഹനത്തെ ചോദിക്കുന്ന ഒരു കാലം സ്വന്തമാക്കി അവിടെ നിങ്ങളുടെ കഴിവ്. 6ാമത് ഈ മൊബൈൽ കുറയണം. മൊബൈൽ ഭയങ്കര നല്ല ഞാൻ നേരത്തെ പറഞ്ഞാൽ പഠിക്കാൻ പരിപാടിയെ മൊബൈൽ വെച്ചത്. പക്ഷേ മൊബൈൽ നമുക്ക് ഭയങ്കര അപകടമാണ്. ഞാൻ ജയിലിരിക്കുക. അപ്പോൾ ജയിൽ സൂപ്പർ വന്നു സാറേ എൻ്റെ ഒരു കോലൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കി സാറിനെ കൊണ്ടുവരട്ടെ. ഞാൻ കൊണ്ടുവരണം അവളോ ഞാൻ എന്നോട് പക്ഷേ നിങ്ങളെ അമേരിക്കൻ സ്വന്തമാരെ പറ്റിയാണ് ഞാൻ മോളെ 45 52 Pro Max 50 60 Eisenhower 60 for Kennedy 60 Johnson 58 വരട്ടെ. ഞാനില്ല തലച്ചോറിൽ ഓർമ്മ പറയാം. ഞാൻ പോലീസ് റിപ്പോർട്ട് കൊടുക്കണം. വൈറ്റ് ഹൗസ് ഡോക്ടർ അറിയാം. അമേരിക്കൻ പ്രസിഡന്റുമാർ വൈറ്റ് ഹൗസിൽ താമസിക്കുന്നത്. വൈറ്റ് ഹൗസ് ഡോക്ടർ അടിച്ചു. എനിക്ക് അവനൊന്നും തോന്നുന്ന വെബ്സൈറ്റാണ്. അമേരിക്കനെ ഫ്രണ്ടും ബാക്ക്, നീഗ്രോ ഫ്രണ്ടും ബാക്ക്, ഇസ്രയേലിയ ഫ്രണ്ടും ബാക്ക്, ചൈനത്തെ ഫ്രണ്ടും ബാക്ക്, ഓപ്പിയുടെ ഞാൻ പോലീസുകാരൻ. കാരണം അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസ് അമേരിക്കൻ പ്രസിഡൻസ് ഓർഗൻസിലേക്ക് പോകും. യാത്ര പോകുമ്പോൾ ഞാൻ ഈ ഓഫീസിൽ പോയി ഈ 1.5 സൈറ്റ് പ്ലാൻ ചെയ്തു. കേരളത്തിൽ ഇന്ത്യയിൽ പ്ലാൻ ചെയ്തു. അന്ന് തന്നെ ക്ലോസ് ചെയ്തു. അപ്പം ഇങ്ങനെ അറിയാതെ പൂർണ്ണകഥപ്പെട്ടു. അറിയാതെ അപ്പത്തഞ്ചാണ് പിന്നുണ്ടല്ലോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ പ്രായം. അതുകൊണ്ട് ഈ മൊബൈൽ പ്രായം ആവശ്യത്തിന് ഉപയോഗിക്കാം. അതായത് വിളിക്കാൻ ഉപയോഗിക്കാം, പഠിക്കാൻ ഉപയോഗിക്കാം. അല്ലാതെ കുറേ സമയങ്ങളെ ഇതിന് അവസാനം ബ്രെയിൻ ക്യാൻസർ വന്ന് ചെസ്റ്റിനെടുക്കാൻ കുറിച്ചുകൊണ്ടിരുന്നാൽ ഹാർട്ട് അറ്റാക്ക് വന്ന് വല്ലാത്ത കഷ്ടപ്പാട്. ഇതുകൊണ്ട് ഈ പഠിക്കുന്ന 5 വർഷം നിങ്ങളൊരു കാരണവശാലും ചീത്ത ലഹരിയിലേക്ക് പോകാം. പുകവലി, മദ്യപാനം, കഞ്ചാവ്, പ്രേമം, സ്കൂട്ടറൊക്കെ ഓട്ടം, മൊബൈൽ പരിപാടി,
ഇത് 6 ലഹരി മാറ്റുന്നത്. നല്ല ലഹരി നോക്കാൻ വായിക്കാൻ പഠിക്കുക, വലിയ വലിയ ജോലികൾ അന്വേഷിക്കാൻ, എത്രയോ ജോലി എത്ര പരിപാടി അതിനുവേണ്ടി സമയം തരിക. അപ്പം ഈ 5 വർഷം പഠനത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കാമോ? പഠിക്കുന്ന പ്രൊഫഷനാണ്. നിങ്ങൾ പഠിക്കുന്ന പ്രൊഫഷൻ അഡ്വക്കേറ്റിൻ്റെ പ്രൊഫഷനാണ്. വാദം ഒരാളെ വേണ്ടി ബാധിക്കാൻ പറ്റും. ചരിത്രത്തിലെ ബുദ്ധിയുടെ അഡ്വക്കേറ്റുണ്ട് ഭഗവാൻ കൃഷ്ണൻ. മഹാഭാരതയെ ഒഴിവാണ്. ഭഗവാൻ കൃഷ്ണനാണ് വക്കീലായിട്ട് പോകുന്നത്. വസ്ത്രമെടുത്തോണ്ട് പോവാൻ പോയി ചെന്ന് കേസൊക്കെ വാദിക്കാൻ. കുറച്ച് കഴിയുമ്പോൾ ദുര്യോധനൻ കണ്ണൻ ഉത്തരവില്ല. ശകരി പറഞ്ഞു, ഇവനെ അങ്ങനെ അറസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഭഗവാനെ അറസ്റ്റ് ചെയ്ത് തീരുമാനിച്ച് അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഭഗവാൻ 4 വിശുദ്ധവും കാണിക്കുന്നത്. 2ാമത്തെ വിശുദ്ധവും കാണിക്കുന്നത്. ആദ്യം കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ യശോദാമ്മയാണ് ആദ്യം വാപ്പിച്ച് വിശുദ്ധവും കാണിച്ചത്. പിന്നെ ദുര്യോധനൻ, പിന്നെ ഭഗവത്ഗീതയുടെ 11ാമത്തെ അർജുനന്റെ വിശുദ്ധവും കാണിച്ചു. ഏറ്റവും അവസാനം ഭീഷ്മർ മനസ്സേക്കരുടെ വിശുദ്ധവും കാണിച്ചു. അപ്പം ഈ വിശുദ്ധവും കാണിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഭഗവത്കൃഷ്ണൻ എന്താണ് ജോലി ചെയ്യുന്നത്? വക്കീലായിട്ട് കേസ് വായിക്കാൻ ആ വാദം കൃത്യമായിട്ട് മനസ്സിലാക്കി. കൃത്യമായിട്ട് രാമായണത്തിൽ കൈകേയി പറയുകയാണ്, എൻ്റെ മോനെ രാജാവ് ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കുന്നു. അപ്പോൾ ദശരഥൻ സമ്മതിക്കുന്നു. ദശരഥൻ ഒരവകാശവും അയോധ്യ എന്ന് പറയുന്നത് കോസലായ ദാസാണ്. കോസലായ രാജാവിന് ഒരു മോളുണ്ടായിരുന്നു. ആ മോളെ കെട്ടി ദത്ത് കയറി വന്നതാണ് ഈ ദശരഥൻ. ദശരഥ സൂര്യവംശം ഭരിക്കുന്നവരാണ്. പഞ്ചാബ്, ഹരിയാന, ഡൽഹി, കുരുക്ഷേത്ര സ്ഥലത്താണ്. അങ്ങനെയൊക്കെ ബീച്ചിൽ കാര്യമില്ല. ഭാര്യയുടെ വീട്ടിൽ വന്നാണ് ഇപ്പോഴത്തെ പട്ടണത്തിൽ ജയിലി അച്ചീവിന് താമസമാണ് ദശരഥൻ. നായകരെ കഴിക്കാൻ കഴിക്കാൻ പാടില്ല. കൈകേയി ഇതിനാണ് 14 വർഷം പറ്റിക്കൊണ്ടുള്ളത്. കാരണം അന്ന് നിയമപ്രകാരം 12 വർഷം അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ആദ്യത്തിന് ഒരു കാരണവശാലും ഭരണത്തിൽ പോകാൻ പറ്റില്ല. അദ്ദേഹത്തിനും മക്കൾക്കും അവകാശം. അതാണ് കൈകേയി 14 വർഷം പറയുന്നത്. ഇപ്പോഴത്തെ ജീവപര്യന്തം 14 വർഷമാണ്. ജീവപര്യന്തം എങ്ങനെ പറയുന്നത്? ഭരതം സംബന്ധിച്ചോ ഇല്ല. ശ്രീരാമൻ മാതൃ ശ്വാസം വെച്ചിട്ട് ഭരതം ഭരിച്ചു. അതുകൊണ്ട് ഇത് പറ്റി ശ്രീരാമ വികാരം പോയിട്ടില്ല. അതുകൊണ്ട് ശ്രീരാമൻ തിരിച്ചറിഞ്ഞ 14 വർഷം ബാധ്യത കൈകയുടെ ഭാവം 14 വർഷം കൃത്യമാണ്. ഇത് ഇയാൾ തിരിച്ചു ചെയ്തതായിരുന്നു. ഇയാളെ ഭാര്യ വീട്ടിൽ പ്രവർത്തിച്ച് മാത്രമേ ഉള്ളൂ. അവിടെ ജനകരാജാവിനെ അവിടെ ദത്ത് കയറാൻ ശ്രീരാമൻ പോകട്ടെ. ശ്രീരാമൻ ദത്ത് കയറിയ ജനകരാജാവിന്റെ മുതലല്ല. ജനകരാജാവിനെ ആമക്കളില്ല. ശ്രീരാമൻ ദത്ത് പറഞ്ഞു. അതെന്താ പറഞ്ഞാൽ ആമളരാജ അവകാശമാണെങ്കിൽ കുഞ്ഞുമക്കളായ അലക്സേ രാമായണത്തിൽ നിയമമെടുത്ത് പ്രയോഗിക്കുന്നത് മനസ്സിലാക്കി വളരെ കൃത്യം. ഇനി സ്വയം കേസുമായി അമിക്കസ് കേസാണ്. പല രീതിയിൽ കേസാണ്. പാഞ്ചാലിയെ ദുര്യോധന വസ്ത്രാക്ഷരത്തോട് പാഞ്ചാലി സ്വന്തം കേസ് വാദിക്കണം. പാഞ്ചാലി 3 ചോദ്യം പിതാമഹൻ ദ്രോണോട്ടിൽ നിങ്ങളോടാണ് ചോദിച്ചത്. സ്വന്തമായ ഒരാളാണ് ചോദിച്ചത്. ദുര്യോധനൻ ആദ്യം സ്വയം അടിയപ്പെട്ട് കഴിയുന്നു. ആ അടിയപ്പെട്ട ആളിനെ സ്വതന്ത്രയായ പറയുന്നത് ഈ വർഷോട് പറയുവാൻ ഇത്തിരി വക്കീലാണ്. ഒത്തിരി വന്നു പഞ്ചാബ് 1ാമതാണ്. നമ്മുടെ ഭീഷണി ദ്രോണോട്ടിൽ തുറക്കപ്പെട്ടതല്ല. രണ്ടാമത് പാഞ്ചാലി 2ാമത്തെ ചോദ്യം. വസ്തുക്കൾ പണയം വെക്കാം. രാജ്യം പണയം വെച്ചു, സൈന്യത്തെ പണയം വെച്ചു, രഥം പണയം വെച്ചു, സ്വയം പണയം വെച്ചു. പക്ഷേ ഞാൻ പാനയാണ്. പാനയെ പണയപ്പെടുത്താൻ അവകാശമുണ്ട്. I am not a human object to be born in a game of dice. അവിടെ വീട്ടിലൊന്നും മറുപടിയില്ല. ഇപ്പോഴും വാദം വക്കീൽ വർഗീയ വാദം എത്തിയില്ല. 3ാമത് പരാജയം. ഭർത്താവും ഭാര്യയുടെ മുകളിൽ പണയം വെക്കാൻ അവകാശമുണ്ടോ? അങ്ങനെ നിയമമുണ്ടോ? അപ്പോൾ ഭീഷണിയുടെ പ്രസിദ്ധമായ മറുപടിയാണ് അധികാരാന്തരയുണ്ടോ അവർ പറയുന്നതാണ് നിയമം. ചോദ്യം കേൾക്കണം. 3 മാസം കഴിഞ്ഞപ്പോൾ പാഞ്ചാലിക്ക് മനസ്സിലായി കോടതിയിൽ രക്ഷയില്ല. അപ്പോൾ മഹാഭാരതത്തിൽ പാഞ്ചാലി
ഓസ്ട്രേലിയയിൽ പഠിച്ചിട്ടില്ല, പക്ഷെ പഞ്ചായത്ത് വാദിക്കുന്ന വാദമാണ് സുന്ദരമായ വാദം. അവൻ നമ്മൾ സ്വയം വാദിക്കാം, കക്ഷിയെക്കൊണ്ട് വാദിക്കാം. ഇവിടെ കൃത്യമായി കേസ് പഠിച്ച് ആ കേസ് വാദിക്കണം. എപ്പോഴും നിയമമാണ് അപേക്ഷിക്കുന്നത് അല്ല. നിയമത്തെക്കാൾ ഉപരി ഒരു വക്കീലിന് പ്രധാന ഗുണമെന്നാണ് കോമൺ സെൻസ്. സത്യം കണ്ടെത്താൻ കോമൺ സെൻസ് വേണം. കോമൺ സെൻസ്. സൊലോമോൻ രണ്ട് സ്ത്രീകൾ ഈ കുട്ടി എൻ്റെതാണ് എൻ്റെ. സൊലോമോൻ ഹ്യൂമൻ സൈക്കോളജി ഉപയോഗിച്ചു. നമുക്കെന്താ ഈ കുട്ടിയെ രണ്ടായിട്ട് കുറിച്ച് രണ്ടു കൊടുത്തേക്കാം. വേദാന്തം അയ്യോ എൻ്റെ ഇതിനെ കുറിച്ച് ആ സ്ത്രീ കൊടുത്തോട്ടെ, ഇതിനെ കൊല്ലല്ല മറ്റേ സ്ത്രീ സംബന്ധിച്ചിരിക്കണം. അപ്പോൾ സൊലോമോൻ മനസ്സിലായി മാതൃഹൃദയം സംസാരിക്കണം. കുഞ്ഞിന് കുഴപ്പമുണ്ടായി. സൊലോമോൻ വന്ന കുഞ്ഞിനെ അദ്ദേഹം ക്ഷേമമാക്കി സൊലോമോൻ പരിശീലിക്കണം. രണ്ട് പൂക്കൾ കാണിച്ചു. ഏതാണ് ഒന്ന് കൊടുത്തിട്ട് ഒന്ന് കൊടുത്തിട്ട് എങ്ങനെ കണ്ടുപിടിക്കണം? സൊലോമോൻ തേനീച്ചപ്പോൾ തേനീച്ചപ്പോൾ ശരിയായ പൂവിലുണ്ട്. തേനീച്ച പോയി. അപ്പോൾ വ്യക്തിയായിട്ട് സൊലോമോന് രണ്ട് സ്ഥലത്തും കൃത്യമായ നിയമം നടപ്പാക്കാൻ പറ്റി. നമ്മൾക്ക് ആരാധന കെ.ടി. തോമസ് സുപ്രീം കോടതി ജഡ്ജി അദ്ദേഹത്തിന് ആത്മഹത്യ ഇദ്ദേഹത്തിൻ്റെ പേര് സൊലോമോന്റെ തേനീച്ച. അദ്ദേഹം ജഡ്ജിയായിട്ട് മനസ്സിലാണ്. പലപ്പോഴും നിയമം മാത്രമല്ല, അതിനപ്പുറത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ന്യായം, സൈക്കോളജി പ്രയോഗിച്ചത്. അപ്പോൾ കോടതി ഈ കേസ് പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ പഠിച്ച നിയമത്തെ പോലെ തന്നെ വളരെ പ്രധാനമാണ് സൈക്കോളജി, വളരെ പ്രധാനമാണ് സത്യം കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം. അത് അറിവുകൊണ്ട് നേടാം, സൈക്കോളജി കൊണ്ട് നേടാം. ഇനി ചാണക്യ തത്വശാസ്ത്രത്തിൽ ഒരു കോടതിയിലെ കേസാണ്. ഒരു ക്ഷത്രിയൻ 3 സ്ത്രീകളെ കല്യാണം. ഒരു ക്ഷത്രിയന്മാര്, ഒരു വൈശ്യഭാര്യ, ഒരു ശൂദ്രഭാര്യ. അന്ന് നിയമപ്രകാരം ക്ഷത്രിയന് ക്ഷത്രിയഭാര്യ ഉണ്ടായാൽ പകുതി സ്വത്ത്. ക്ഷത്രിയന് വൈശ്യസ്ത്രീ കുട്ടിയുണ്ടായാൽ 3 സ്വത്ത്. ക്ഷത്രിയന് ശൂദ്രസ്ത്രീ കുട്ടിയുണ്ടായാൽ 9 സ്വത്ത്. ക്ഷത്രിയൻ മരിച്ചപ്പോൾ 17 ആന. ക്ഷത്രിയ സ്ത്രീ ജനിച്ച കുട്ടി പറഞ്ഞു എനിക്ക് പകുതിക്ക് അവകാശം. 17 ആനയുടെ പകുതി 8 ആന എനിക്ക് നടന്നു. എത്ര ആനകളെ കുടിക്കാൻ പറ്റും? ഒരു രക്ഷയും. വൈശ്യസ്ത്രീയുടെ മോൻ പറഞ്ഞു എനിക്ക് 3 ആനകൾ, 17 ആന 3 5 ആനകൾ. ആന നിൽക്കാൻ പറ്റുമോ? ഒരു രക്ഷയും. കേരളത്തിലെ ആനകളെല്ലാം നിൽക്കില്ല. കാര്യമുണ്ടോ? ആനയുടെ വലകൾ മമ്മൂസ് നോക്കാൻ ധൈര്യം. ആനയുടെ അടിക്കടി ആന സുഖത്തിയൊക്കെ മുസ്ലിം മൗലവികളാണ്. അപ്പം ആനകളെല്ലാം നിൽക്കില്ല. അപ്പം അതൊരു ആന എടുക്കാൻ പറ്റില്ല. കേസ് പറഞ്ഞു. ചാണക്യൻ എപ്പോൾ എന്തെന്നറിയാൻ ജഡ്ജി പറഞ്ഞു നിങ്ങളുടെ കേസ് എടുക്കാൻ ഒരു മാസം എൻ്റെ ആനകൾ നിർത്തിയാൽ വരാൻ. 17 ആനകളുടെ കൂടെ ജഡ്ജി അദ്ദേഹത്തിന് ആനകൾ നിർത്തി. ക്ഷത്രിയ സേവനങ്ങൾ പറഞ്ഞു എന്നിട്ട് പകുതിയെ കണ്ട് 9 ആനകളെ തുടങ്ങും. വൈശ്യസ്ത്രീ വിളിച്ചു എനിക്ക് 3 ബന്ധമല്ലേ കാരണം 6 ആനകളോടാണ് സുദർശിതമാണ്. എനിക്ക് 9 ബന്ധമല്ലേ പണക്കൻ്റെ 9 2 ആനകളോടാണ്. അപ്പോൾ 9 6 15 12 പോയി. ജഡ്ജി പറഞ്ഞു എന്താണ് പാട്ട് ഞാൻ എൻ്റെ പുറത്ത് വീട്ടിൽ പോകുന്നു. 1 + 2 + 1 + 3 + 1/9 = 75 സിമ്പിൾ അരിത്മെറ്റിക്കാണ് ജഡ്ജി ഉപയോഗിച്ചാൽ. ഇവിടെ നിയമമാണ് രക്ഷിച്ചാൽ നിയമമല്ല രക്ഷിച്ചാൽ നിയമം തീർന്നിട്ട് നിയമം നീ നടപ്പാക്കാൻ പറ്റിയല്ല. ആ ജഡ്ജി ഉപയോഗിച്ചത് മാത്തമാറ്റിക്സ് ആണ്. ചിലപ്പോൾ സൈക്കോളജി ഉപയോഗിക്കും, ചിലപ്പോൾ നാച്ചുറൽ ഇൻസ്റ്റിങ്സ് സോമം ഉപയോഗിക്കും, ചിലപ്പോൾ നിങ്ങളുടെ മാത്തമാറ്റിക്കൽ ജീനിയസാണ് വിജയിക്കാൻ. ഏപ്രിൽ ഓഫീസേഴ്സും ലോക്കൽ ഓഫീസേഴ്സും ഡിക്ലറേഡ് ഈക്വലാണ്. IPS കൊടുക്കണമെങ്കിൽ 2 പേർക്ക് അവകാശമാണ്. ഇല്ലാന്ന് കോടതി കേസ് ഭയങ്കരമാണ്. ജഡ്ജി വിളിച്ചു ഡിക്ലറേഡ് ഈക്വൽ നിങ്ങളുടെ കുഴപ്പമെന്ന്. അപ്പോൾ ഡയറക്ടർ ഓഫീസർ ഞാൻ കോടതിയിൽ പറഞ്ഞു സാർ they are declared equal. That means they are not equal. അവർ ഈക്വൽ ആയതിന് ഡിക്ലറേഡ് ഈക്വൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 9 മണിക്കൂർ വാദം അവർ
ഓഫീസേഴ്സിന് അനുകൂലമായി കേസ് ലഭിച്ചു. ഇവിടെ നിയമമാണ് അല്ല, വക്കീലിന്റെ ഭാഷാജ്ഞാനം ലഭിച്ചു. നിയമം വെച്ച് മാത്രം ബാധിച്ച കേസ് ചെയ്തോ? ചിലപ്പോൾ സൈക്കോളജി ഉപയോഗിക്കണം, ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ഉപയോഗിക്കണം, ചിലപ്പോൾ നിങ്ങൾ നാട്ടിൽ കാട്ടുവെച്ച് ഉപയോഗിക്കണം, ചിലപ്പോൾ നിങ്ങൾ ന്യായീയുള്ള കഴിവ് ഉപയോഗിക്കണം കേസ് വാദിക്കുന്നത്. ഇവരെ കേസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ വക്കീൽ അതിനൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ തെറ്റായ കാര്യത്തിനാണ് കേസ് വാദിക്കാം, വേണേ ബാധിക്കാം, വരുമാനം കൂടുതൽ. പക്ഷെ ബാധിച്ചിട്ട് നിങ്ങൾ ആ സമയം വാങ്ങിച്ചാൽ ഒന്നും തെറ്റ വരെ ഞാൻ ഉദ്യോഗസ്ഥനാണ്. തെറ്റായ കാര്യത്തിൽ കേസ് ബാധിച്ച് കുറ്റവാളികളെ സഹായിച്ച ഒരു വക്കീൽ മര്യാദ കപ്പലിൽ ഞാൻ ഉപകാരം ആ പൈസ നിങ്ങൾ സമൂഹത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. വയസ്സുകാലത്ത് ക്യാൻസർ ഒന്നും കട്ടുപിടിക്കണം ഓരോ വക്കീൽ പഠിക്കുന്ന പെടകണ്ടിട്ട് അവൻ ബാധിച്ചവരുടെ കേസ് ഞാൻ ആലോചിച്ചു. അതുകൊണ്ട് കാശിന് വേണ്ടി നിങ്ങളെ മനസ്സാക്കി പഠിക്കുന്ന കേസ് വാദിക്കരുത്. നിങ്ങൾ സത്യസന്ധ കേസ് വാദിക്കണം, നീതി നടപ്പാക്കണം. ഇവിടുത്തെ വലിയ ഒരു വക്കീൽ കേസ് വാദിക്കുക, ഒരു സ്ത്രീയെ ബലാത്സംഗം ടാക്ടിക്കാർ കൊണ്ടുപോയിട്ട് ആ സ്ത്രീയെ ബലാത്സംഗം സാഹചര്യത്തിലൊന്നുമില്ല. ഞങ്ങൾ പോലീസ് അന്വേഷിച്ചിട്ട് ഈ ബലാത്സംഗം നടത്താൻ കണക്ക് എവിടെ ഒന്നും കിട്ടി. 2 വക്കീലന്മാർ ശരിക്കും വാങ്ങും. അവസാനം ഈ സ്ത്രീയെ വിസ്തരിക്കാൻ കോടതിക്ക് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ കുറുവെ അന്വേഷിച്ച കേസാണ്. ജഡ്ജി ചോദിച്ചു, നിന്റെ ഈ മനുഷ്യൻ ബലാത്സംഗം ചെയ്തു. ആ സ്ത്രീ പൊട്ടിയക്കാരൻ. ജഡ്ജി പറഞ്ഞു, നിന്റെ കണ്ണിൽ എനിക്ക് ജോലിയാണ്, അതുകൊണ്ട് ഇവനെ ശിക്ഷിക്കും. ബലാത്സംഗം കിട്ടി. വക്കീലമാർ പട്ടിയൊന്നും വേണ്ടി നോക്കി, വലിയതൊന്നും കിട്ടിയില്ല. പക്ഷെ ആ കൂട്ടിക്കേറുന്ന ആ സ്ത്രീയുടെ കണ്ണീരാണ് ജഡ്ജിക്ക് മനസ്സിലായി കൂട്ടോളം നോക്കുന്നു. അത് ചിലപ്പോൾ കേസിന് സാഹചര്യത്തിലുപോലെ മറ്റു ചില കാര്യങ്ങൾ കോടതി സ്വാധീനിക്കും. അത് നിങ്ങളൊക്കെ പറഞ്ഞിരിക്കണം വളരെ ഭംഗിയായി. കേസുകൾ അനാപ്രതികളും പോകരുത്. പല കേസും പെട്ടെന്ന് തീർക്കാൻ നോക്കില്ല. ജസ്റ്റിസ് ജസ്റ്റിസ് പറയും പെട്ടെന്ന് തീർക്കാൻ ശ്രമിച്ചാൽ നീതി കുറിച്ചിട്ടില്ല. ജസ്റ്റിസ് ഡിലേഡ് ജസ്റ്റിസ് ഡിലേഡ്. ചുമ്മാ നേരിട്ട് പോയിട്ട് യാതൊരു കാര്യം നീതി നിഷേധിക്കപ്പെടും. ഇത് രണ്ടും പ്രത്യേകമാണ്. രണ്ടും സക്രിയമായിട്ട് ബാധിക്കാൻ കഴിയും. നിങ്ങളുടെ പ്രൊഫഷൻ നീതി നടപ്പാക്കുന്ന പ്രൊഫഷനാണ്. നിങ്ങളുടെ ഒരു വക്കീലിൻ്റെ കഴിവുണ്ടായി ചിലപ്പോൾ അറിയുന്നില്ല. നിങ്ങൾ ജഡ്ജിയെ കിട്ടുന്നതിന് കാര്യമില്ല. ജഡ്ജി നേരിട്ട് കണ്ട ഒരു സംഭവം ജഡ്ജി ഇറക്കാൻ വേണ്ടിയല്ല, കോടതിയിൽ തരും. അപ്പം അതിനനുകൂലമായി നിങ്ങൾ കേസ് വാദിച്ച് ആ കേസ് ജഡ്ജിലേക്ക്. അപ്പോൾ നിങ്ങൾ ഈശ്വരൻ്റെ ഒരു ഭാഗമാണ്. ഈശ്വരനെ കൂട്ടി ചെയ്യുന്ന നീതിയാണ്. ആ നീതി നടപ്പാക്കുന്നതിൽ നിങ്ങളൊരു ഈശ്വരൻ്റെ ഭാഗം. അത് ഈശ്വരനുണ്ടായ വലിയ അനുഗ്രഹിക്കുന്ന പരിപാടിയാണ്, വലിയ അനുഗ്രഹിക്കുന്ന പരിപാടി. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന പ്രൊഫഷൻ ഒരു വക്കീലായിട്ട് പൈസ മാറ്റാൻ പരിപാടിയല്ല. നീതി നടപ്പാക്കണം. ഈശ്വരനെ ഭൂമി നടപ്പാക്കണം. നീതി നടപ്പാക്കുന്നതിന് ഭാഗമാണ് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പൈസ തരാൻ കഴിയാത്ത കക്ഷികളുണ്ടാവും. അവരെ വളരെ ഭംഗിയായി ഫീസില്ലാത്ത ഒരു കേസ് വാങ്ങിച്ചാൽ അവർക്ക് നീതി നടപ്പാക്കണം. അവിടെയാണ് നിങ്ങളുടെ കഴിവുള്ളത്. അപ്പം ആ രീതിയിൽ നടപ്പാക്കാൻ വേണം നിങ്ങൾ നിയമം പഠിക്കാൻ. നിങ്ങൾ നിയമം പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ സാധനം കിട്ടി പോകുന്നതാണ്. പക്ഷേ നിങ്ങളത് കഴിഞ്ഞ് ഹോസ്റ്റലിൽ പോയോ വീട്ടിൽ പോയോ കൂടുതൽ കുട്ടികളുമായിട്ട് സാധാരണ പഠിപ്പിച്ചാൽ എന്തൊക്കെയാണ് അതിൻ്റെ സംഭവം. ഇവിടെയാണ് അതിൻ്റെ വ്യത്യാസം. ആ നിയമം നിങ്ങൾ ഇതിനെ കുറിച്ച് പഠിക്കണം. അവിടെയാണ് നിങ്ങൾ തമ്മിലുള്ള സംഭാഷണം നല്ലത്. നമ്മുടെ ഉപനിഷത്ത് പറയുന്നത് പഠിക്കേണ്ടത് എങ്ങനെയാണ്? ആചാര്യ പാദപാദത്തെ പാദം സമയ പാദം സബ്രഹ്മചാര്യോ പാദം കാക്കറവണില്ല. നിങ്ങൾ പഠിക്കുമ്പോൾ ആചാര്യ പാദത്തെ ആചാര്യന്മാർ 4 നിന്ന് പഠിപ്പിക്കുന്നു. ഈ കോളേജിലെ പ്രോഫസർമാർ ലെക്ചർമാർക്കും 25% പഠിപ്പിക്കാൻ പാദം 25%. പാദം ശിഷ്യസമേത
ആദ്യം നിങ്ങൾ സ്വയം പഠിക്കണം. എങ്ങനെ നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടറിൽ കയറി ഇംഗ്ലീഷ് തുറന്ന് സമ്മതി എടുത്ത് യൂട്യൂബിൽ കയറി ഡോക്യുമെൻ്ററി സ്ഥാനത്ത് 3 വർഷം ക്ലാസ് എടുക്കും. അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ചാറ്റ് GPT വെച്ചിട്ട് ഇവരെ പഠിക്കണം. അവർ പിന്നെ മൊബൈലാണ് സ്വയം പഠിക്കാൻ പറ്റില്ല. പാഠം സഹപ്രവർത്തകരെ സഹകർമ്മചാരികൾ പഠിക്കണം. ക്ലാസ്സുകൾ കേൾക്കും. നിങ്ങൾ ചായ കഴിയാൻ ആ ടീച്ചർ പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം നിങ്ങൾ സ്വയം പറയുക. ആ ചർച്ചയിലൂടെ നിങ്ങൾക്ക് നാളുകൾ ഐഡിയാസ്. പിന്നെ അവിടെ നിന്ന് സംശയം തീരുന്നില്ല. നിങ്ങൾ ടീച്ചർക്ക് പോകും. ടീച്ചറുകൾ പഠിക്കും. ഞങ്ങൾ ഇന്നലെ ആലോചിച്ചു ഇപ്പോൾ അത് ഇങ്ങനൊരു പിള്ളേരുള്ളത്. അപ്പോൾ ടീച്ചറെ പഠിപ്പിക്കാൻ തയ്യാറായി വന്നതായിരിക്കും. ക്ലാസ്സിൽ പഠിപ്പിച്ച് വന്നതായിരിക്കും. അവരോട് ഞാൻ പറയാറുള്ളത് ടീച്ചർ അക്കാര്യത്തിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്തില്ല പരസ്പരം തീർക്കാനുള്ള കാര്യം ടീച്ചറോട് ചോദിച്ച് ചർച്ച ചെയ്യുവാറുണ്ടായിരുന്നു. അവൻ കാലക്രമേണ ബാക്കി 40 പഠിപ്പിക്കണ്ട. നിങ്ങളോട് 30 കൊല്ലത്തെ എഡ്യൂക്കേറ്റായിട്ടോ ജഡ്ജിയായിട്ടോ ജീവിക്കുമ്പോൾ അവിടെ നിങ്ങൾ പഠിക്കുന്ന വലിയൊരു പാഠം, വലിയ പാഠം. അവിടെ ആർക്ക് പഠിപ്പിക്കാൻ ശ്രമിക്കും. നിങ്ങൾ സ്വയം കാലങ്ങളെ പഠിപ്പിക്കുന്നു. പയ്യന്നൂരിൻ്റെ കേസിൽ ഒരു ടീച്ചറിന് ഒരു കുട്ടി കാണാൻ വന്നിട്ട് പോയി നേരം ടീച്ചറെ കഴുത്തിൽ കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിയാണ് കൊന്നതെന്ന് കേസായി. അവനെ അറസ്റ്റ് ചെയ്ത് കേസ് ചാവലായി കോടതിയിൽ. അപ്പോൾ മാസത്തിലൊരിക്കൽ ജില്ലാ കളക്ടർ, ജില്ലാ SP, സെഷൻ ജഡ്ജി ഒരുമിച്ചിരിക്കും. ജഡ്ജിയുടെ വീട്ടിൽ പോയി ഈ ജഡ്ജിമാർ ആരും പുറത്താൻ ഭയങ്കര ഐസൊലേഷനാണ്. അപ്പോൾ പലപ്പോഴും സംസാരിക്കാൻ ഞങ്ങളോട് താഴെ ജഡ്ജിയോട് SP 2 മിനിറ്റ് മുന്നോട്ട് വന്നു. ഞാൻ ജഡ്ജിയുടെ പെട്രോളോട് കയറി കാണാം. ജഡ്ജി പറഞ്ഞു 2 ആഴ്ചയായിട്ട് ഭയങ്കര മനപ്രാസം. അല്ല പയ്യനുള്ള കേസിലെ ആ പയ്യനാണെന്നുള്ള എല്ലാ വാദവും പ്രോസിക്യൂഷൻ നൽകുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കി പറയുന്നില്ല. ആ മനുഷ്യൻ കുറ്റവാളിയാണ്. ഞാൻ എൻ്റെ മനസ്സിലാക്കി പറയുന്നില്ല. ജഡ്ജി ചോദിച്ചതെന്നായി ഇങ്ങനെ ഒരാൾക്കും ജഡ്ജിയോട് സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചിട്ടില്ല. ആ കേസിനെ സർക്കംസ്പെക്ട് ആവുകയും പക്ഷേ കേസിൽ വായിച്ച് ഈ രീതി കൺവിൻസ് ആവുന്നില്ല. ആ കുട്ടി ടീച്ചറെ കുറിച്ച് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. കേസിൽ വന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ വീടുകളിൽ കയറി പണം മോഷ്ടിക്കുന്ന ഒരാളെ ഞാൻ തിരിച്ചവനെ ചോദിച്ചു പോകാൻ വൈകിട്ടുള്ള ഇന്ത്യ ടീച്ചറെ ഞാനാകുന്നത്. അവനെ കേസന്വേഷിച്ച് അവൻ ഒരുപാട് കേസുണ്ട്. അപ്പോൾ സാധാരണ മോഷണം ചെയ്ത് ഇവിടെ ഈ സ്ത്രീ പണം കൊടുക്കാൻ വിസമ്മതിച്ചത് കാരണം കരുതിയിരിക്കുന്ന ഇതൊരു മുതലുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? നോർമൽ കേസ് ശിക്ഷിച്ചില്ലെങ്കിൽ ആ പൈനെ ശിക്ഷിച്ചില്ല. ലോകം മുഴുവൻ പൈനി കുറ്റവാളിയാണ്. ടീച്ചറെ പണം ശിക്ഷിച്ചത്. ഇവിടെ സത്യസന്ധമായ ജഡ്ജി എന്നോട് ചോദിക്കുന്നു. എൻ്റെ മനസ്സാക്ഷി ഞാൻ ജഡ്ജിയോട് പറയുന്നത്. അല്ലാതെ കേസെങ്കിലും ശിക്ഷിക്കട്ടെ പ്രോസിക്യൂഷൻ ഞാൻ പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. അവിടെ കുട്ടി നിരപരാധിയായ വ്യക്തി കുറ്റവും ശരിയായ കുറ്റവാളിയെ കുറിച്ചപ്പോൾ ലോകം മുഴുവൻ നിരപരാധിയാണെന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ എല്ലാവരും പഠിക്കുമ്പോൾ വക്കീലായ ജഡ്ജിയായ മനസ്സാക്ഷി അനുസരിച്ച് മനസ്സാക്ഷി തെറ്റിയാണോ അവരുടെ ചിലപ്പോൾ കേസ് വാദിച്ചു വരുമ്പോൾ നിയമപരമായി ചെയ്യപ്പെട്ട കാര്യം ഗൗരവത്തിൽ കേസാണ്. ഷേക്സ്പിയറുടെ മൊത്തം വെനീസ് എന്ന പ്രസിദ്ധമായ നാടകം ഷൈലോക്ക് 3000 രൂപ കൊടുത്തു അന്റോണിയോ. കപ്പൽ സമയത്ത് ചെത്തി പൈസ കൊടുക്കാൻ പറ്റില്ല. പൈസ കൊടുത്തതിന് 5 രൂപ ഇറച്ചി തരാമെന്ന് പറഞ്ഞത് അത് മുറിച്ച് തന്നിട്ടുള്ളൂ. കേസ് വാദിച്ച് അവസാനം നമുക്ക് ഒരു രക്ഷയില്ല. കാര്യം എഗ്രിമെന്റ് ഒപ്പിടണം. പൈസ കൊടുത്തില്ലെങ്കിൽ മാംസം കൊടുക്കാം. അപ്പം ഷെഡ്യൂൾ നിയമപ്രകാരം കിട്ടുന്നു. ആ നിയമം കുറച്ച് ബാധകമാണ്. വന്നേ പറ്റുള്ളൂ. അപ്പോഴാണ് ഒരു വനിതാ ദൗത്യത്തിൻ്റെ വരവ്. ഓക്കെ നിങ്ങളെല്ലാം വിളിച്ച വനിതാ ദൗത്യത്തെ സംബന്ധിച്ചോ മനസ്സാക്കി വെച്ച കേസ് പറഞ്ഞു. ഓക്കെ പറഞ്ഞു
എല്ലാം ഞാൻ സമ്മതിച്ചു. പക്ഷേ മാംസം കൊടുക്കാൻ വന്നിട്ടുള്ളൂ, ഒരു തുള്ളി രക്തം എടുക്കാൻ പറ്റില്ല. ജഡ്ജിസാക്കാൻ പിന്നെ മാംസം എടുക്കാൻ പറ്റിയ ഈ വാദം ശരിയാണോ? അല്ല. മാംസം കൊടുക്കാൻ സംബന്ധിച്ചാൽ നാച്ചുറൽ പ്രൊളോറിയാണ് രക്തം വരുന്നത്. അത് ഗ്രഹിക്കുന്നത് മറ്റത് ഗ്രഹിക്കുന്നതാണ് അർത്ഥം. നമ്മൾ നിയമപര വായിച്ചാൽ മാംസം മുറിച്ചെടുക്കാൻ രക്തം കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോഷകവാദം ഡിഗ്രി കണക്കല്ല. മാംസം കൊടുക്കാൻ സംബന്ധിച്ചാൽ മാംസം കൊടുക്കുന്ന രക്തം ഉൾപ്പെടെ കാരണമാണ് ഇൻസെൻറ്റല്ലോ. പക്ഷേ പുരുഷനില്ലാത്ത ബുദ്ധിയുള്ള സ്ത്രീകൾ ആ ബുദ്ധിയാണ് പോഷകത്തെ പ്രയോജനം. വനിതാ വക്കീലം പറഞ്ഞു ഈ പോഷകത്തെ പ്രയോജനം കേസ് രക്ഷപ്പെടാൻ നിയമപരമായ സാധ്യതയിൽ പോലും നിങ്ങൾക്ക് മുട്ടുന്യായം നീക്കാൻ പറ്റും. ആ മുട്ടുന്യായം പുരുഷ ജഡ്ജി ഉപയോഗിച്ചാൽ ജഡ്ജിയെന്നൊക്കെ പറയും. വനിതയാണ് ബാധിക്കുന്നെങ്കിൽ ഒരു ജഡ്ജി ധൈര്യത്തിൽ സ്ത്രീ അടിച്ചമർത്താൻ ശ്രമിക്കുക. പോഷയെ ബാധിക്കുന്ന ആവശ്യം ഇവിടെ പിടിക്കാൻ പറ്റുന്ന സ്ത്രീ വക്കീലന്മാരെ തയ്യാറാണ്. അതുപോലെ സ്ത്രീകൾ ജഡ്ജികളൊക്കെ വരുമ്പോൾ വളരെ പ്രത്യേക മനുഷ്യത്വപരമായ കേസ് വാദിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഒരു കേസുണ്ട്, ഒരുപാട് കേസ് എടുക്കല. ഞാൻ പറഞ്ഞു മോളിങ്ങനെ ഒരുപാട് കേസ് എടുക്കുന്ന ആഗ്രഹം. അപ്പം മോളെന്നോട് പറഞ്ഞു എങ്കിലേ എന്ന മനസാക്ഷിക്ക് പിടിക്കാത്തൊരു ശിക്ഷ അനുഭവിക്കുക. അപ്പം ഞാൻ ഒരുപാട് എടുക്കുന്ന ആഗ്രഹമുണ്ട്. എങ്കിലും നീതി നവത്തം പലപ്പോഴും അവളുടെ കയ്യിലായിരിക്കും നീതി. പിന്നെ ഞാൻ വെറുതെ ഇതിനായി എഴുതാനിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രവർത്തനം കയറി പ്രത്യേകം പ്രാർത്ഥിച്ച് മനസ്സൊന്ന് ബാലൻസ് ചെയ്തിട്ട് ഞാൻ ഇതിനായിട്ട് എഴുതാവുള്ളൂ. ഒരു കാര്യം വക്കീലമാർക്കും ജഡ്ജിമാർക്കും ഈശ്വര വിശ്വാസമാണ്. ഈശ്വരനെ സാക്ഷിയാക്കാതെ ഒരു കേസ് വാദിക്കരുത്, ഒരു ജഡ്ജും എഴുതരുത്. ഇത് നിങ്ങളുടെ ലീഗൽ സർവീസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വലിയ ഒരു കാര്യം. ഇനി ഇവിടെ BA എഴുതിക്കാൻ ഞാൻ BA എഴുതിക്കാൻ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ എനിക്ക് പ്രയോജനം. കൃഷ്ണയ്യർ ജഡ്ജ് ഞാൻ ഇംഗ്ലീഷിൽ MA ഇംഗ്ലീഷ് ടീച്ചറെടുത്ത മനുഷ്യനാണ്. കൃഷ്ണ ജഡ്ജിന് വായിക്കാൻ ഡിക്ഷണറി എടുക്കേണ്ടി വരും. ഡിക്ഷണറി എടുത്തിട്ട് ഇയാളെ ജഡ്ജി എന്തേ പറയണമെന്ന് ശ്രദ്ധിക്കുന്നു. നമ്മുടെ ശശി തരൂർ MP പല പ്രസംഗം കേട്ടാലേ നമ്മൾ എന്തോ ഈ ശശി തരൂർ പറയുന്നത് മനഃപൂർവ്വം കാഴ്ച വാക്കുകൾ കാഴ്ച പറയാൻ. അപ്പോൾ നിങ്ങൾ BA എഴുതിക്കാറുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ച ഇംഗ്ലീഷ് സാഹിത്യം കഴിവുള്ള നിങ്ങൾ കേസ് വാദിക്കുമ്പോഴേക്കും നിങ്ങൾ ജഡ്ജിമെന്റ് ഭാഷയുള്ള കഴിവ് കൃഷ്ണ ഉപയോഗിച്ച പോലെ സുന്ദരമായ ഇംഗ്ലീഷ് ജഡ്ജിമെന്റ് അത് തന്നെ വായിക്കുന്നതിന് വളരെ രസകരം. പല ജഡ്ജിമെന്റ്സ് വായിക്കുമ്പോഴാണ് വാക്കുകളൊക്കെ ഉപയോഗിക്കണമെന്ന് പഠിക്കുന്നത്. അതുകൊണ്ട് BA എഴുതിക്കാൻ കേസ് നടത്തുമ്പോഴോ നിങ്ങൾ റിട്ടേൺ സ്റ്റേറ്റിൽ കൊടുക്കുമ്പോഴോ നിങ്ങൾ ജഡ്ജിയെ എഴുതുമ്പോഴോ നിങ്ങൾ പഠിച്ച BAയുടെ കഴിവുള്ള അതവിടെ കൃത്യമായി പ്രയോഗിക്കും. അത് കേട്ടിരിക്കുന്നവർക്കും ജഡ്ജിമെന്റ് വായിക്കുന്നവർക്കും വളരെ രസകരമായി കലാശിക്കുന്നതാണ്. പിന്നെ കേസ് വാദിക്കുന്നു ഓരോരുത്തരും അവസാനിപ്പിക്കുന്നു. കേസ് വാദിക്കുന്നത് വാദം കേൾക്കുന്നത് ജഡ്ജിമാർ നിങ്ങളുടെ ആളുകൾ ഇംപ്രസ് ചെയ്തിരിക്കണം. നിങ്ങളൊരു സെക്ഷനെ വാദിക്കാൻ അതായത് ലോ ഹൗസിൻ്റെ കയറിയിട്ട് ഇത് സംബന്ധിച്ചുള്ള ഹൈക്കോടതി ജഡ്ജികൾ സുപ്രീം കോടതി ജഡ്ജികളെല്ലാം ഏറ്റെടുക്കാൻ അതിനകത്ത് എന്തൊക്കെയാണ് ഉദാഹരണമായിട്ട് ലിസ്റ്റ് ചെയ്ത് റിട്ടേൺ സ്റ്റേറ്റിൽ കൊടുക്കാൻ കേസ് വാദിക്കാൻ ഇന്ന കോടതി ഇന്ന ഒരു കേസിൽ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ പോലീസിനെ സംബന്ധിച്ച കേസ് കിട്ടുന്ന ഞാൻ ഹൈക്കോടതി പോകാറില്ല. പക്ഷേ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന സമയത്ത് അടുത്ത കേസ് ഇന്ന വക്കീലെ വാദിക്കുന്നു പറഞ്ഞാൽ ഞാൻ അവിടെ ഇരിക്കും. അയാളുടെ വാദം കേൾക്കാൻ പറ്റും. കാരണം ആ വാദത്തിൻ്റെ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഭാഷ കേൾക്കാൻ വളരെ രസകരമാണ്. അപ്പോൾ ലോയുടെ മാത്രമല്ല നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാനും കൂടി നിങ്ങളുടെ വക്കീലായിരിക്കുമ്പോഴും ജഡ്ജിയായിരിക്കും ഉപയോഗിക്കും. ഈ രീതിയിലുള്ള ഗൈഡൻസ് മനസ്സിലാക്കപ്പെടാം നിങ്ങൾ ഈ ലീഗൽ പ്രൊഫഷനിൽ പ്രവേശിക്കാൻ. 5 വർഷം പൂർണ്ണ ശ്രദ്ധയോടുകൂടി പഠിക്കുക. ജഡ്ജിയാവുന്ന കോഴ്സ് ശരിക്കും പഠിക്കുക. UN സിവിൽ സർവീസ് ലീഗൽ സർവീസ് IAS പ്രത്യേക UN സിവിൽ സർവീസിനും ഇന്ത്യൻ IAS പഠിക്കുക പ്രിൻസിപ്പൽ ലിസ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടി മാത്രം
സ്പെഷ്യൽ സെഷൻ നടത്താം. ഞാൻ തന്നെ വരാൻ ക്ലാസ് എടുക്കാൻ കുറേ പേര് IAS കയറി വരണം. അതൊരു വലിയ ക്രെഡിറ്റാണ്. പിന്നെ നിങ്ങൾ പഠിച്ചിറങ്ങിപ്പോയി വലിയ നിലകളിലെത്തുമ്പോൾ നിങ്ങൾ ഈ കോളേജിനെ മറന്നു പോകരുത്. സുന്ദരമായ ഈ സ്ഥലത്ത് സസ്യശ്യാമമായ പ്രകൃതി, നല്ല ഓക്സിജൻ ശ്വസിച്ചോട്ട് ഇരുന്നാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അവിടെ വളരെ ശ്രദ്ധേയമായി നിങ്ങളൊരു നിലയിലെത്തുമ്പോൾ നിങ്ങളെ സാമാന്യ നിങ്ങൾ പഠിച്ച കോളേജിൽ ഒരിക്കലും മറക്കാൻ പാടില്ല. ഞാൻ DDP എടുക്കുമ്പോൾ പെട്ടെന്ന് ഡ്രൈവറോട് പോയി വണ്ടി അടിച്ചിട്ട് മകൻസ്കോളെല്ലാം അപ്പോൾ ഒരു സെക്കൻഡ് സാറിൻ്റെ ഞാൻ മകൻസ്കോളിൽ പഠിപ്പിച്ചെന്ന് കാണാൻ നോക്കി. ഞാൻ പഠിച്ച കോളേജ് ഡ്രൈവർ ഒരു മനുഷ്യൻ മാറ്റാതെ ആരംഭിച്ചോ ഞാൻ പഠിച്ച പഠിപ്പിച്ച ക്ലാസ്സുകളിൽ കാണാൻ വേണ്ടി കയറി. അത് നോക്കി IAS അവരുടെ ഡയറക്ടർ ചന്ദ്രനിൽ നമ്മുടെ പേടകടയിൽ വ്യത്യസ്ത എന്ത് ചെയ്തു കാറോട് അടിച്ചുകൊണ്ട് കൊല്ലം ജിക്കേണ്ടി പകലും ഈ കോളേജിലായിരുന്നില്ല. ഞാൻ IAS അവരുടെ ഡയറക്ടറാകുന്നില്ല. കോളേജിലെ സാമാനൊക്കെ നന്ദി ഒഴിക്കാനായിരുന്നു. റിട്ടയർഡ് സാമാനം വീട്ടിൽ കാലഘട്ടത്തിൽ ഒന്നിച്ചത് നമ്മളെ വലിയ കസേരയിൽ നമ്മളെ സാധനമാണ്. നിങ്ങൾ നല്ല വ്യക്തിയാവും. നിങ്ങൾ IAS ആവും, ചീഫ് സെക്രട്ടറിയോ DGPയോ അംബാസഡറാണ്. അങ്ങനെ നിങ്ങളെ സാമാന്യമാക്കുമ്പോൾ നിങ്ങൾ വിദേശില്ലാതെ ഈ കോളേജിലാണ് നിങ്ങളെ നിങ്ങളാക്കിയ ഈ കോളേജിലാണ് നിങ്ങളെ പഠിച്ച സാധനമാണ് നന്ദി രേഖപ്പെടുന്നത്. വ്യക്തിയെ അപ്പോയിൻമെൻറ്റിൻ്റെ കസേരയ്ക്ക് ഇരുന്നാൽ ഈ കോളേജിലാണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ ടീച്ചേഴ്സും നന്ദി രേഖപ്പെടുന്നത്. എങ്കിലേ നിങ്ങളെ സാധ്യത ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ കൃത്യമായി തുടങ്ങണം. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ നിങ്ങൾ പഠിത്തം തുടങ്ങുമ്പോൾ വളരെ നന്ദിയോടുകൂടി ഓർത്തിരിക്കേണ്ട, നന്ദി പറയേണ്ട ചില ഘടകങ്ങൾ. അതിലാദ്യത്തെ ഈശ്വരൻ നിന്ന് അനുകൂല ശേഖരമൊന്നും വൃത്തിയുള്ള തലച്ചോറൊന്നും സ്നേഹനന്ദായ മഹാബലങ്ങളൊന്നും ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ പഠിക്കാനായിട്ട് കയറിയിരിക്കുന്നത്, എല്ലാവരും പഠിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളാക്കിയ സർവശക്തനായ ഈശ്വരനോട് നന്ദിയോടുകൂടെ പ്രാർത്ഥനയോട് തുടങ്ങാൻ. നിങ്ങൾ പരീക്ഷ അന്ന് രാവിലെ വേണ്ടി നല്ലവരോട് കടമായി പോയാൽ നിങ്ങൾ പരീക്ഷ പാസ്സാൻ പറ്റുമോ? പറ്റിയല്ല. അതിന് സർവശക്തൻ ഈശ്വരൻ നന്ദികൊണ്ട് തുടങ്ങണം. രണ്ടാമതായി നന്ദി പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളോട്. നിങ്ങൾക്ക് ജന്മം നിന്ന് വളർത്തി നിങ്ങളെ പഠിപ്പിച്ച് ഈ നിലയിലെത്തിയവരാണ് നിങ്ങളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാതാപിതാക്കൾ കാണുന്നുണ്ടെങ്കിൽ ഒരാളും കേരളത്തിൽ മുകളിൽ അത് നിങ്ങളുടെ അമ്മയാണ്. ലോകത്തിൽ നിങ്ങളെ നിങ്ങളാക്കി അമ്മയ്ക്കകത്ത് പങ്കുവെച്ച് പറയാമായിരുന്നു. നമുക്ക് ഈ ഭൂമിയിൽ പോകാൻ ഒരുപാട് പ്രദർശനം സ്വത്വത്തിൽ നിർത്തിവയ്ക്കാൻ, ആക്സിഡൻറ്റുകൾ വയ്ക്കാൻ, ഓരോരാളുകളെ കൊല്ലാൻ, നിങ്ങൾക്ക് ആത്മഹത്യയായി ഇവിടെ ഭൂമിയിലേക്ക് വരാൻ ആരും മാർഗവും നിങ്ങൾ അമ്മയുടെ പോകാം. അല്ലാതെ ഒരു പണിക്കൂടി വരാൻ പറ്റിയ നിങ്ങളിവിടെ കലത്ത് വളർത്തി ഇവിടെ എത്തിച്ചിരിക്കുക. മഹാനായ വേദവ്യാസർ വൈശമ്പായ ശിഷ്യ ചോദിച്ചു, ഭൂമിയിൽ എവിടെ സ്വന്തം വേദവ്യാസം പറഞ്ഞു, ഭൂമിയുടെ സ്വന്തം അമ്മയുടെ കാൽപ്പാദം. മറ്റു പ്രവാചകനായ മുഹമ്മദിനോട് ഔദ്യോഗികപ്പെട്ട് ചോദിച്ചു, പ്രവാചക ഭൂമിയിൽ എവിടെ സ്വന്തമുണ്ടോ? പക്ഷെ പ്രവാചകൻ പറഞ്ഞു, അമ്മയുടെ കാൽപ്പാദം അടിയിലാണ് ഭൂമിയുടെ സ്വന്തം. 4000 വർഷങ്ങൾക്കപ്പുറത്താണ് വേദവ്യാസൻ പ്രവാചകനെ ജീവിച്ചത്. 3000 വർഷങ്ങൾക്ക് വ്യത്യാസം രണ്ടുപേരും ജീവിച്ചത്. മഹാനായ രണ്ടുപേരുടെ കാര്യം ഭൂമിയിൽ സ്വന്തമുണ്ടെങ്കിൽ അമ്മയുടെ കാൽപ്പാദം. അവിടെ നിങ്ങൾ പഠിത്തം തുടങ്ങുമ്പോൾ ഇന്ന് തന്നെ അമ്മയുടെ കാലഘട്ടത്ത് തുടങ്ങാൻ തുടങ്ങിയാൽ നിങ്ങളുടെ പഠനം വിജയപ്രദമായി. മൂന്നാമത് നിങ്ങളെ പഠിച്ച സാറാണ്. 1ാം ക്ലാസ് നിങ്ങളെ പഠിച്ച സാറാണ്. അതിലേതൊരു സാറാണ് നിങ്ങളെ എഴുതി പോകണം പ്രശ്നം ഉണ്ടാക്കുന്നത്? ഏതൊരു സാറാണ് ഈ ഇംഗ്ലീഷ് പഠിക്കാൻ ഏത് ഇംഗ്ലീഷ് വളരണമാണ് നിങ്ങളായ സാറമാക്കില്ല. ആ സാറന്മാർക്ക് നന്ദി വേണം. പഠിത്തം തുടരാൻ നിങ്ങൾ വലിയ നിലയിലെത്തിയാൽ സാറന്മാരെ മറന്നു പോകും. ഞാൻ DGP 10ാം മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ എന്നെ വിളിച്ച സാറ് റോഡ് സൈഡിൽ മറന്നു പോകും. ഞാൻ വണ്ടിയെടുത്തത് ഞാൻ വന്ന് ഓടിച്ചത് സാറിൻ്റെ കാലഘട്ടം ഓടിച്ച് നമ്മൾ സാറിനോട്
ഞാൻ സാറേ ഞാൻ സാറിന് വിളിക്കാം. അത് വേണ്ടോ ഞാൻ മെസ്സേജ് വായിക്കണം. ഞാൻ തിരിച്ചത് കാരക്ടർ അത് ആരെ സാറേ നമ്മൾ എന്നെ പഠിച്ച ആളാണ്. ഞാൻ ഒരു കാലത്ത് പറഞ്ഞ നിങ്ങളെ പഠിച്ച സാറാണോ നമ്മളെന്തെങ്കിലും ഉയരാൻ പറ്റുമോ? നാലാമത്തെ കോളേജ് സ്ഥാപിച്ച നാലായിരത്തെ അവർക്ക് ഈ കോളേജ് സ്ഥാനത്ത് ഇൻട്രസ്റ്റ് ഉള്ളവരായിരുന്നു. അവർക്ക് ഈ കോളേജ് സ്ഥാനത്ത് നല്ലൊരു വലിയ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ബോണ്ടിങ് പവേഴ്സ് വിദ്യാലയമായി ഉയരാൻ കഴിയുന്ന മഹാന്മാരെ തിരിച്ചറിയാൻ. അതുകൊണ്ടാണ് റോഡ് സൈഡിലെ ഒരു സ്ഥലത്ത് ഒരു കോളേജ് ഉണ്ടാക്കി മെഡിക്കൽ സാധനങ്ങളെ നിയമിച്ച് നിങ്ങൾക്ക് വേണ്ടി കോളേജ് തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കോളേജ് സ്ഥാപിച്ച CSI സ്ഥാനത്തോടും നിങ്ങളുടെ പ്രിൻസിപ്പളിനോടും നിങ്ങളുടെ പ്രസ്ഥാനത്തോടും നിങ്ങളുടെ അധ്യാപകരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് പഠിത്തം തുടരാൻ. ഈ 4 ശക്തികളും വ്യക്തികളും നന്ദി രേഖപ്പെടുത്തി തുടങ്ങിയാൽ ആ തുടക്കം ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് കവി പറഞ്ഞു ഒരു കാര്യം അങ്ങേയൊക്കെ വാങ്ങിയാൽ പകുതി ചെയ്ത് കഴിഞ്ഞില്ല. ഇന്ന് നിങ്ങൾ എങ്ങനെ പഠനം അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ പഠനത്തെ പകുതി ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സുകൾ ചെയ്യാം. കേന്ദ്രഗവൺമെൻറ് 700 ആഡ് ഓൺ കോഴ്സ് കംപ്ലീറ്റ്ലി ഫ്രീ, ഒരു പൈസ ഫീസില്ല. നിങ്ങളുടെ ഹോസ്റ്റൽ മുറിയിൽ പഠിക്കാവുന്നതാണ്. ആ 800 കോഴ്സ് ഒരു നാടകം വെറുതെ നിങ്ങൾ പഠിക്കുക. LLB കഴിയുമ്പോൾ അതുപോലെ സർട്ടിഫിക്കറ്റ് കോഴ്സ് 5 സർട്ടിഫിക്കറ്റ് കഴിക്കുക. ഇന്ത്യൻ മാർക്കറ്റ് ലോക മാർക്കറ്റിൽ അത് ജോലി കിട്ടാൻ നല്ല ക്വാളിഫിക്കേഷൻ എടുക്കുന്നത് നല്ല രസമാണ്. എനിക്ക് ക്വാളിഫിക്കേഷൻ എടുക്കുന്നത് ഒരു ഹോബിയാണ്. കാരണം 4 മീറ്റർ ഉപയോഗിച്ചത് കുറേ കിട്ടുകയാണ് ആണോ കോഴ്സ് കൊടുത്തിട്ടില്ല. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ചയിലേക്ക്. അതുകൊണ്ട് ഇന്നിവിടെ കോഴ്സ് തുടങ്ങാം. എല്ലാ കുട്ടികളും പഠിച്ച് ജീവിതത്തിൽ വലിയ നിലകളിലെത്തി, വ്യക്തിമാരും കളക്ടർമാരും ഉൾപ്പെടെ വലിയ നിലകളിലെത്തി. നിങ്ങളുടെ മാതാപിതാക്കൾ ഐശ്വര്യമാനങ്ങളായി, നിങ്ങളുടെ നാട്ടുകാർക്ക് ഐശ്വര്യമാനങ്ങളായി, നിങ്ങളുടെ അധ്യാപകർക്ക് ഏറ്റവും വലിയ അഭിമാനമായി മാറാൻ എല്ലാ കുട്ടികളെയും സഹായിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ പ്രസംഗിക്കുന്നു. നമസ്കാരം.